സ്വർഗത്തിലെ ദൈവം ഹൃദയത്തിന്റെ അകത്തളങ്ങളെ അറിഞ്ഞ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. അവിടുന്ന് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഇന്ന് ഞങ്ങൾ ചേർന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കർത്താവ് ഇടയാക്കണം. അങ്ങ് നടത്തിയ വഴികളെയും പരിപാലിച്ച വിധങ്ങളെയും ദൈവിക പദ്ധതികളെയും കർത്താവെ പങ്കുവെച്ച് ഞങ്ങൾ ചേർന്ന് ഐക്യതയോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണം. പറയുന്ന അടിയനും കേൾക്കുന്നതിന് ജനവും ഞങ്ങൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം. തമ്പുരാന്റെ കാര്യങ്ങളിൽ തരുന്ന പരിശുദ്ധാത്മാ നിയന്ത്രിക്കും. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ സ്വർഗീയ നല്ല ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിലെല്ലാം നന്ദി പറയുന്നു. ദൈവം നമ്മെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ എന്റെ പേര് എബ്രഹാം ജേക്കബ് എന്നാണ്. ഞാൻ ഒരു സാധാരണപ്പെട്ട മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ട. എന്റെ പിതാവ് യാക്കോബ കുടുംബക്കാരനായിരുന്നു. എന്റെ മാതാവ് CSI കായംകുളം CSI മാർത്തോമ കുടുംബക്കാരായിരുന്നു. അപ്പച്ചൻ യാക്കോബ കുടുംബക്കാരായിരുന്നു. അപ്പച്ചൻ യാക്കോബ കുടുംബം, അമ്മ CSI കുടുംബം, കായംകുളത്തിലാണ് CSI കുടുംബം. അപ്പച്ചൻ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത് കായംകുളത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്, വലിയരിക്കൽ എന്ന് പറയും. അവിടെ മാർത്തോമ സഭയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് വീട് വെച്ചത്. അപ്പൊ അവിടെ ഞങ്ങൾ അതുകൊണ്ട് മാർത്തോമാക്കാരായിരുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ മാർത്തോമരായിരിക്കുമ്പോൾ തന്നെ കണ്ടു വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എന്റെ പിതാവ് സ്തോത്രം ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് പറഞ്ഞാല് സ്തോത്രം എന്റെ ആയുസ്സിൽ ഇന്നുവരെയും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നന്നായിട്ട് വോളിബോൾ കളിക്കുമായിരുന്നു, റണ്ണറായിരുന്നു. ഒരുപാട് ട്രോഫികളൊക്കെ ആ നിലയിൽ ലഭിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്കൊരു ഒരു വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചെറുപ്പകാലം അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. ഞങ്ങൾ കളിയൊക്കെ ജയിച്ചിട്ടാണ് വരുന്നെങ്കിൽ ഓടി വരുമ്പോൾ, ശബ്ദം വെച്ചുകൊണ്ട് ഓടി വരുമ്പോൾ എന്റെ മാതാവ് വെളിയിൽ കാത്തുണ്ട്. എന്നിട്ട് പറയും, മിണ്ടരുത്, അപ്പച്ചനകത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും കാണുന്നത് അകത്തെ മുറിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ്. സ്തോത്രം. എല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില സമയത്ത് അപ്പച്ചന് തോന്നുന്നു പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ വാച്ചൊക്കെ അഴിച്ചു വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്ന് ആ മുറിയിൽ കടന്ന ഒരു തഴമ്പ എന്ന് പറയുന്നത്, നേരം അത് പായുണ്ട്, അത് വിരിച്ച് താഴെ മുട്ടുമേരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. അങ്ങനെ ഒരു പിതാവിന്റെ മകനായി, ആ പ്രാർത്ഥനയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു മാതാവിന്റെ മകനായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും എന്റെ സഹോദരങ്ങൾക്ക് നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഇതേ മാർത്തോമ അയക്കുന്ന സമയത്തായിട്ട് സ്തോത്രം. അപ്പൊ വീട്ടിലെ ഞങ്ങൾക്ക് 6 മക്കൾ, അപ്പച്ചന് അമ്മച്ചിക്കും 6 മക്കള്, 4 ആണും 2 പെണ്ണും. ഏറ്റവും മൂത്തത് സഹോദരി, പിന്നെ 2 സഹോദരന്മാര്, പിന്നെ ഒരു സഹോദരി, പിന്നെ ഒരു സഹോദരൻ, ഏറ്റവും ഇളയത് ഞാനാണ്. വീട്ടിലെ സന്തോഷപരമായ ജീവിതം, സ്നേഹം സമൃദ്ധിയായിട്ട് അനുഭവിക്കുന്ന കാലയളവ്. സ്തോത്രം. എല്ലാവരും വളരെ സന്തോഷം. ഞങ്ങളെ കളിക്കാനൊക്കെ അപ്പച്ചന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വെളിയിൽ ദൂരത്ത് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ലൈറ്റൊക്കെ ഇടുന്നതിന് മുന്നമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് പാട്ടുകളൊക്കെ പാടി വചനമൊക്കെ വായിച്ച് സ്തോത്രം നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതായിരുന്നു അപ്പച്ചന്റെ നിയമം. അങ്ങനെയുള്ളൊരു ചട്ടക്കൂടിലാണ് കർത്താവ് ഞങ്ങളെ വളർത്തിയത്. സൺഡേ സ്കൂൾ ഒന്നും മുടക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥന ഒന്നും മുടക്കാൻ പാടില്ല. സ്തോത്രം. യൗവനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സ്തോത്രം ഞാൻ യൂത്തിന്റെ സെക്രട്ടറി ആയി. അതിന്റെ പിന്നിലൊക്കെ കാരണമുണ്ട്. കാരണം ഏറ്റവും മൂത്ത അച്ചായൻ ഡേവിഡ് അച്ചായൻ, ഈ അച്ചായനെ എന്റെ മാതാവും പിതാവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം യൗവനക്കാരനായപ്പോഴത്തേക്ക് കർത്താവിന്റെ വേലയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അതൊക്കെ വിട്ടങ്ങ് മാറി. പിന്നെ ഏറ്റവും ഇളയ എന്നെ അതിനായിട്ട് അവർ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ആദ്യ കുർബാന തിരുമേനിയെ കൊണ്ടൊക്കെ തരിയിച്ചു മാർത്തോമയിലെ. സ്തോത്രം. ചർച്ചിലെ അച്ഛനോട്, എന്താ വെച്ചാൽ പട്ടക്കാരനോട് ചേർന്ന് ഒരു സഹ ശുശ്രൂഷനാക്കി എന്നെ മാറ്റി. ചെറുപ്രായത്തിൽ തന്നെ, യൗവനത്തിലായിരിക്കുമ്പോൾ തന്നെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ പിന്നെ യൂത്തിന്റെ സെക്രട്ടറി ആക്കി മാറ്റി. ചർച്ചക്കാരൊക്കെ ചേർന്നിട്ടാണ്. വീട്ടുകാരുടെ താല്പര്യം എന്നെ ഒരു പട്ടക്കാരനാക്കണം എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ആക്കി. അതിനുശേഷം അത് കൂടാതെ അച്ഛനോട് ചേർന്ന മധുവായിക്കാതെ ധൂപക്കുറ്റി വാഴ്ത്തിയും സഹ ശുശ്രൂഷനായിരുന്നു. പിന്നെ ഞങ്ങള് പരസ്യയോഗത്തിന് പോവുക, അവിടെ പ്രസംഗിക്കുക, ഡ്രം അടിക്കുക, പാടുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആത്മീയ ചട്ടക്കൂടിൽ, ആത്മീയ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ചെറുപ്പത്തിലെ വളർന്നു വന്നത്. സ്തോത്രം. മാർത്തോമയിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും അമ്മയും, കുടുംബ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഒരു ദൈവിക സാന്നിധ്യമുള്ള കുടുംബത്തിൽ
കർത്താവ് ഞങ്ങളെ വളർത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാല് സ്തോത്രം യൗവനത്തിലായതിനു ശേഷം ഞാന് സ്തോത്രം നോർത്ത് ഇന്ത്യക്ക് വരേണ്ടതായിട്ട് വന്ന് വിദ്യാഭ്യാസ ബന്ധത്തിൽ വേണ്ടതുപോലെ മുന്നേറാൻ കഴിയാത്തത് കൊണ്ട് തന്നെയായിരിക്കണം സ്തോത്രം ഗുജറാത്തിലേക്ക് 1984 ഡിസംബർ മാസത്തിൽ ഞാൻ ഗുജറാത്തിൽ കടന്നു വന്നു. സ്തോത്രം ഇവിടെ കടന്നു വന്നപ്പോ വീട്ടിൽ പഠിച്ച അതേ ചട്ടക്കൂടിലാണ് പ്രാർത്ഥന കാര്യങ്ങള്, അപ്പച്ചൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലെ തികച്ചും യാദൃച്ഛമായി സ്തോത്രം എന്റെ ജീവിതത്തിൽ ശത്രുവായവൻ വളരെ വ്യക്തമായി വളരെ പദ്ധതിയോടുകൂടെ പ്രവൃത്തിപ്പണ്ടൊക്കെ ഇടയായി. ഇതൊന്നും നമുക്കന്ന് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. തികച്ചും യാദൃശ്യമായി ഇവിടെ അംബാജി എന്ന് പറയുന്ന സ്ഥലമാണ് ഗുജറാത്തിൽ. അംബാജി എന്ന് പറയുന്ന അംബാ മാതാവിന്റെ വലിയ മാറിവിൽ മന്ദിരമുണ്ട് ഇവിടെ. വർഷങ്ങളില് ഭയങ്കര ഉത്സവങ്ങൾ നടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ആയിരിക്കുന്ന സാഹചര്യത്തില് സ്തോത്രം അവിടെ വെച്ച് ജംഗ്ഷനിൽ വെച്ച് ഒരു കാര്യവുമില്ലാതെ ഒരു ജീപ്പിന്റെ ഡ്രൈവറുമായിട്ട് വഴക്കുണ്ടായി. ഒരു കാര്യമില്ല, വഴക്കും വയ്യാവേലിക്കൊന്നും പോകാതെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അങ്ങൊരു അനുഭവം ഉണ്ടായി. അതൊരു വലിയ സംഭവമായി മാറി. അവർ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ എനിക്കിട്ട് തല്ല് തരാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ വെച്ച് ദൈവത്തിന് കൃപയാല് ആറ് മുമ്പിലൊക്കെ തല്ലി നിൽക്കാൻ കർത്താവ് സഹായിച്ചു. അറിയത്തില്ല അടിപിടി എന്താണെന്നോ അറിയാത്ത കാലമാണെങ്കിലും അവർ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇടയായി. പക്ഷെ അന്ന് ആ ദേശത്ത് അടക്കി വാണിരുന്ന മനു എന്ന് പറയുന്ന ഒരു ചട്ടമ്പി ഉണ്ടായിരുന്നു. മനു എന്ന് പറയുന്ന ചട്ടമ്പി മുന്നാവായിരുന്നു, എല്ലാവരും അവനെ വിളിക്കുമായിരുന്നു. അവൻ തടിപ്പാറാണ്. ഹിന്ദിയിൽ തടിപ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസ് കെട്ടുകൾ ഉണ്ടായതിനു ശേഷം അവനെ പോലീസുകാർ സിറ്റിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നാളുണ്ട്. അതിനെ തടിപ്പാർ എന്ന് പറഞ്ഞത്. അവൻ തടിപ്പാറാണ്. ഒരുപാട് വിട്ടും കുത്തുമൊക്കെ കൊണ്ട മനുഷ്യൻ. അവനുമായിട്ട് ഉടക്കായി ഭയങ്കര പ്രശ്നമായി. അവരുടെ പക്ഷം പിടിച്ച് ഈ തടിപ്പാറ എന്ന ഇവൻ വന്നു. അവനും ഞാനുമായിട്ട് പ്രശ്നമായി, വെല്ലുവിളിയും ബഹളമായി. എന്തെന്ന് അറിയത്തില്ല. ഏതായാലും അന്നേരത്തെ രക്തത്തിളപ്പിൻ്റെതായിരിക്കും. അന്ന് അവരുടെ മുമ്പിൽ ജയിക്കുവാൻ എനിക്ക് ഇടയായി. ആ ഒരു ജയം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒരു ഏകദേശം 7 വർഷങ്ങൾ അംബാജി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുന്ന ചട്ടമ്പിയായി മാറുവാൻ ഇടയായി. സ്തോത്രം. അതൊന്നും ഒത്തിരി ഓർക്കാനോ ഒത്തിരി ഒന്നും പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ അപ്പച്ചന്റെയും അമ്മയുടെയും കണ്ണുനീരിന് എതിരായിട്ട് എന്റെ ജീവിതം കടന്നുപോയി. ഞാൻ പോലും അറിയാതെ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും പോകാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബൈക്കിന്റെ ചെയിൻ 3 ലൈനായിട്ടിട്ട് ഹുക്കൊക്കെ ഫിറ്റ് ചെയ്ത് അരയിൽ കെട്ടി സ്തോത്രം കത്തിയും സോക്സിനകത്ത് വെച്ച് ഒരു 7 വർഷങ്ങൾ ഞാൻ ഈ ദേശത്ത് വസിച്ചു. സ്തോത്രം. വളരെ വികൃതമായ രീതിയിലുള്ള ജീവിതം, തകർന്നുപോയ ജീവിതം. എന്റെ സഹോദരിമാർ അന്നിവിടെ ഉണ്ട്. എന്റെ 2 സഹോദരിമാരും അവരുടെ കുടുംബമായിട്ട് എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഗുജറാത്തിൽ വന്നു. അവർക്കൊക്കെ ഞാനൊരു തലവേദനയായി തീർന്നു. സ്തോത്രം. നാട്ടിലെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, എല്ലാവർക്കും ഭയം വരുത്തുന്ന രീതിയിലുള്ള ജീവിതം. സ്തോത്രം. അതൊന്നും ഓർത്താലെ വല്ലാത്ത വേദനയാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു ചട്ടമ്പിയായി ഈ ദേശത്ത് വെച്ചു. 1992 സ്തോത്രം ജൂലൈ മാസത്തിൽ ഞാൻ എക്സസൈസ് ചെയ്യുകയാണ്. വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് എക്സസൈസ്. അത് കാര്യം ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം എത്തിച്ചേർന്നു. സ്തോത്രം. ഞാൻ ഈ കത്തിയും ചെയിനുമായിട്ടൊക്കെ നടക്കുന്ന ഒന്നില്ല ആരെങ്കിലും തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോകും. അങ്ങനെ ഒരു സാഹചര്യം. അതിനെ ഒത്തിരി ഒന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കില്ല. അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു. അതിനെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞൊന്നും തീരുകയാണ്. വല്ലാത്തൊരു അവസ്ഥയെക്കൂടെ കടന്നു പോകാൻ ഇടയായി. പക്ഷെ കർത്താവിന്റെ ജീവിതത്തെ തകർക്കുവാൻ അനുവദിച്ചില്ല. പിതാവിന്റെയും മാതാവിന്റെ കണ്ണുനീര്. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിലെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ നാം തയ്യാറായ, കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായ സ്തോത്രം ദൈവം അവരെ തള്ളിക്കളയത്തില്ല. എന്തെങ്കിലും വിട്ട് പിടിച്ച് കർത്താവ് അവരെ പ്രയോജനപ്പെടുത്തും. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. കരയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ തലമുറകളെ നഷ്ടപ്പെടുത്താൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ, ഒരുപക്ഷെ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നില്ല. പക്ഷെ സമയം ആകുമ്പോഴത്തേക്ക് ദൈവം അവരെ കൊണ്ടുവരുവാൻ തക്കണം വേണ്ടി അതിന് ഒരു ദൃക്സാക്ഷിയാണ് നിങ്ങൾ മുമ്പിലായിരിക്കുന്നത് ഞാൻ. സ്തോത്ര. അപ്പച്ചനും അമ്മച്ചിയും ശക്തമായി പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരിമാർ അപ്പോഴത്തേക്ക് പെന്തുകോസ്റ്റിൽ കടന്നുപോയി. സഹോദരൻ പോയില്ല, സഹോദരിമാര് പെന്തുകോസ്റ്റിൽ കടന്നുപോയി. അവരൊക്കെ ശക്തമായി പ്രാർത്ഥന. അന്ന് ഈ ഞാനായിരിക്കുന്ന ദേശത്ത് ആയിരുന്ന പാസ്റ്റർ ജോണി പി അബ്രഹാം ഇന്ന് രാജസ്ഥാനിലെ ചിത്തോടുഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. അദ്ദേഹം കേരളത്തിലെ തൃശ്ശൂരുകാരനാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ അന്നത്തെ പാസ്റ്റർ. സ്തോത്രം.
അപ്പൊ ഞങ്ങൾ ആരും പ്രാർത്ഥനയ്ക്കൊന്നും പോകത്തില്ല, ഞാനും സഹോദരനൊന്നും പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. ഇങ്ങനെ തകർന്ന ജീവിതത്തിൽ നടന്നു. 92 ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അധികം വെയിറ്റ് ഉണ്ട്, എല്ലാ ദിവസവും വെയിറ്റുകൾ എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും നല്ല ബോഡി ബിൽഡറായിട്ട് ജീവിക്കുന്ന കാലമാണ്. സ്തോത്രം. അന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തതാണ്. വെയിറ്റ് ഉയരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് അൺബാലൻസ് ആയി. എന്റെ വയറ്റിനകത്ത് ഒരു കൊളുത്ത് പോലെ വേദന ഉണ്ടായി. ഞാൻ ആ വെയിറ്റ് ഒക്കെ താഴെ ഇട്ടിട്ട്, സ്തോത്രം, ഞാൻ അവിടെ തന്നെ ഇരുന്നു. സുഹൃത്തുക്കൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് ഞാൻ ആയിരുന്നത് ഈ അംബാജി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരത്തിൽ പാലൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ബനാസ്കണ്ട ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടറാണ്. ഈ അംബാജിയും ബനാസ്കണ്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം പാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആയിരുന്നു. അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ മഹാജൻ ഹോസ്പിറ്റൽ ഉണ്ട്, ദില്ലിക്കേറ്റ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ, പാലംപൂരിലെ ദില്ലിക്കേറ്റ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഒരു മഹാജൻ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ സഹോദരിമാരുണ്ട്, പരിചയക്കാരുണ്ട്. അപ്പൊ അവിടെയാണ് എന്റെ ട്രീറ്റ്മെന്റ്. അവരെ കഴിയുന്ന പരിപാടികളൊക്കെ ഡോക്ടർമാർ ചെയ്തു. പക്ഷെ എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഒരു മെഡിസിനും കഴിഞ്ഞില്ല, ഒരു ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. ഒടുവില് അവിടുത്തെ ഡോക്ടർമാർ കൈവിട്ടു. ഇനിയിപ്പം ജീവിക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഈ 60 കിലോമീറ്റർ ദൂരമുള്ള അംബാജി എന്ന് പറയുന്ന സ്ഥലത്ത്, സ്തോത്രം, എന്റെ സഹോദരൻ താമസിക്കുന്ന അവിടെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ തന്നെ മൂത്ത സഹോദരി താഴത്തെ റൂമിലും ഇളയ സഹോദരി മുകളിലത്തെ നിലയിലുമാണ് താമസം. മൂത്ത സഹോദരിയുടെ ഭവനത്തിലെ ഒരു റൂമിൽ എന്നെ കിടത്തി. സ്തോത്രം. കിടക്കയിലാണ്. ഒരു പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിൽ ആശ്രയിച്ച്, ഞാൻ ഒറ്റ വാക്ക് നിങ്ങളിലേക്ക് പറയട്ടെ. സ്തോത്രം. ഞാൻ എന്തിൽ ആശ്രയിച്ച് 7 വർഷം ജീവിച്ചോ, എന്റെ ബലം, എന്റെ ആരോഗ്യം, എന്റെ ശരീരത്തിന്റെ ശക്തി, ഇതെല്ലാം ക്ഷയിച്ചു പോകുന്നതൊക്കെ ഇടയായി. സ്തോത്രം. ഞാൻ ആശ്രയിച്ച ഭൂമിയിലെ മാനുഷ്യമായിട്ട് ആശ്രയിച്ച ദൈവത്തെ വിട്ട് നടന്ന എന്തിലൊക്കെ ഞാൻ ആശ്രയിച്ചു പോയോ അതെല്ലാം പരാജയപ്പെട്ടു. സ്തോത്രം. ബലഹീനനായി കിടക്കയിൽ കിടക്കുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് പാസ്റ്റർ ജോണി പി അബ്രഹാം ഉണ്ട്. സ്തോത്രം. അവരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. സഹോദരന്മാര് പ്രാർത്ഥനയ്ക്ക് പോകും. ഞാൻ കിടക്കയിൽ കിടക്കുക. ഏകദേശം 1 മാസം ഈ കിടക്കയിൽ തന്നെയായിരുന്നു. മരണത്തോട് മല്ലിച്ച് ഞാനൊരു കാര്യം സഹോദരിമാരോട് പറഞ്ഞു, ഇത് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറയരുത്, ഞാൻ ഈ രോഗിയായി കിടക്കുന്ന കാര്യം. മരിച്ചതിന് ശേഷം മാത്രമേ അവരറിയാമുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ബോധത്തിന് കുഴപ്പമില്ല, സ്തോത്രം, സംസാരത്തിന് കുഴപ്പമില്ല, മറ്റൊരു പ്രശ്നമില്ല. ശരീരം മാത്രം തളർന്നുപോയ ഒരവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു. പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരു കിടക്കയിൽ കിടക്കുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് ഈ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച എന്റെ സഹോദരിമാര് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരികെ വന്നിട്ട് മൂത്ത സഹോദരിയും ഇളയ സഹോദരിയും കൂടെ എന്റെ കിടക്കയ്ക്ക് അടുത്ത് വന്ന് നിന്നിട്ട് പരസ്പരം പറയുകയാണ്. മൂത്ത സഹോദരിയെ ഞങ്ങൾ കൊച്ചമ്മ എന്നാ വിളിക്കുന്നത്, അമ്മ കഴിഞ്ഞാൽ അടിസ്ഥാനം. സ്തോത്രം. അപ്പോൾ മൂത്ത സഹോദരി ഇളയ സഹോദരി ഗ്ലോറിയോട്, മൂത്ത സഹോദരി മേരിക്കുട്ടി ഇളയ സഹോദരി ഗ്ലോറിയോട് പറയുകയാണ്, എനിക്കൊരു കാര്യം ചെയ്യും, അടുത്ത ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 18 കഴിഞ്ഞ് 19-ാം തീയതി ശനിയാഴ്ച രാവിലെ, സ്തോത്രം, പാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചിൽ എല്ലാവരും കൂടെ ചേർന്ന് ഔട്ട്റീച്ചിന് പോകാൻ തീരുമാനിച്ചു. ജോണി പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഔട്ട്റീച്ച് പോകണം ശനിയാഴ്ച എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്തോത്രം, എല്ലാ സഹോദരങ്ങളും ചേർന്ന്, ചർച്ചകളെല്ലാം കൂടെ ചേർന്ന് പോകണം. അപ്പൊ അത് ചേർന്ന് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഈ മൂത്ത ഇളയ സഹോദരി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി ഇവന്റെ കൂടെ ആരും ഇല്ലല്ലോ, ഇവനെ നോക്കി ഞാനും ഇവിടെ നിൽക്കാം. സ്തോത്രം, നീ പാസ്റ്ററും സഭയായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോവുക, ഔട്ട്റീച്ചിന് പോവുക, സുവിശേഷ പ്രചരണം ചെയ്യുക. അന്നേരമൊക്കെ സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു, പോവാൻ പറഞ്ഞു. അപ്പൊ ഇളയ സഹോദരൻ പറഞ്ഞു, വേണ്ട കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും, സഭയുടെ പൊക്കോ, ഞാൻ ഇവന്റെ കൂടെ ഇവിടെ നിന്നുകൊള്ളാം. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നു. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിന് ഒത്തിരി ചിന്ത ഉണ്ടായി, സൗഖ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നല്ലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി. രാത്രി സ്തോത്രം, സന്ധ്യ പ്രാർത്ഥനാ സമയത്ത്, അന്ന് സന്ധ്യ പ്രാർത്ഥനാ സമയത്ത് എന്റെ മൂത്ത സഹോദരി എന്റെ കിടക്കരികിൽ എന്റെ തലയ്ക്ക് താഴെ വന്ന് ഇരുന്നിട്ട് സ്തോത്രം ഇപ്രകാരം പറഞ്ഞ, ഉപ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്രകാരം പറഞ്ഞ, സഹോദരൻ, ഏതായാലും നീ മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്, ഒരു വൈദ്യന്മാർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല, മരുന്നിന് രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം അന്ന് അംബാജി, ഇപ്പോഴും ഉണ്ട് അംബാജി കോട്ടേജ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന മെയിൻ ഡോക്ടർ NJ പട്ടേലാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ആ കോട്ടേജ് ഹോസ്പിറ്റൽ അന്ന് ഒരു സരള നായരുണ്ട്, ഹിന്ദു സഹോദരി, മലയാളി. ആ സഹോദരിയുടെ കെയർ ഓഫിൽ ഡോക്ടറും സഹോദരി സരള നായർ സിസ്റ്ററും കൂടെ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ ചികിത്സ നടക്കുകയാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ജീവനോടെ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മരണത്തെ കാത്തു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ അവസരത്തിൽ സ്തോത്രം, ഈ സഹോദരി, എന്റെ മൂത്ത സഹോദരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകനെ, ഏതായാലും നീ മരിക്കുന്നത് ഉറപ്പായി, അതുകൊണ്ട് ഈ അവസാന നിമിഷമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച്, സ്തോത്രം, നിന്റെ ജീവിതം സമർപ്പിച്ചാൽ
ഇനിയിപ്പോ എഴുന്നേറ്റ് ഒരു സ്ഥാനപ്പെടാനൊന്നും പറ്റത്തില്ല. സമർപ്പിച്ചാൽ നമുക്ക് നിത്യയിൽ ഒരുപക്ഷെ കാണാൻ കഴിയും എന്ന് സഹോദരി പറഞ്ഞു. ആ ഒരു വാക്ക് എന്റെ ഹൃദയത്തെ ശക്തമായി എന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി. ഞാൻ ചിന്തിച്ച് ഇപ്രകാരമാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ഇവിടെ ഈ ഗുണ്ടായുസം കാണിച്ച് ജീവിച്ച നടന്ന സാഹചര്യത്തിൽ എന്റെ സഹോദരിമാർക്ക് എന്തെല്ലാം വേദനകൾ ഉണ്ടായിക്കാണ്. പക്ഷെ അവർ ഇത്രയ്ക്ക് എന്നെ വീണ്ടും സ്നേഹിക്കുന്നത്, അതാണ് ദൈവസ്നേഹം. ദൈവത്തിന്റെ ചിത്രത്തിൽ എന്നാൽ പിന്നീട് മനസ്സിലാകുന്നത്. അപ്പൊ ആ എത്രയ്ക്ക് സ്നേഹിക്കുന്നല്ലേ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായി. അന്ന് രാത്രി അർദ്ധരാത്രി ആയപ്പോഴത്തേക്ക് ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങി, നീ പാപിയാണ് എന്നുള്ള ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങടിയായി തീർന്നു. ഞാൻ എന്റെ ജീവിതത്തെ തന്നെ അന്ന് മനസ്സിലാക്കി ക്രമീകരിച്ച് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എനിക്കറിയത്തില്ല, ഏകദേശം 2.25 മണിക്കൂറോളം കണ്ടാണ് സഹോദരങ്ങൾ പിന്നീട് പറയുന്നത്. സ്തോത്രം, ഞാൻ നിലവിളിപ്പാൻ നോക്കണം വെടിയായി കിടക്കിയിൽ കിടന്ന് സ്തോത്രന്റെ പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ അനന്തരം ഒടുവില് ഒരു വല്ലാത്ത സമാധാനം എന്റെ ജീവിതത്തിൽ, ഒരു ശാന്തി എന്റെ ജീവിതത്തില് കടന്നു വരുന്നതൊക്കെ വിടിയായി തീർന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം ദൈവം എന്നെ കാണിച്ചു തന്നു. അതൊക്കെ ഏറ്റുപറഞ്ഞു വേഷിപ്പാൻ സ്വർഗ്ഗം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് രാത്രിയിൽ സ്തോത്രം കിടക്കി കിടന്നു. അടുത്ത ദിവസമാണ് ഇവർക്ക് ഔട്ട്റീച്ചിന് പോകേണ്ടത്. 19-ാം തീയതി ശനിയാഴ്ച, 18-ാം തീയതി വെള്ളിയാഴ്ച. എന്ത് സംഭവിക്കുന്നത്? വെള്ളിയാഴ്ച രാത്രി. അപ്പൊ 19-ാം തീയതി ഏർലി മോർണിംഗ് എപ്പോഴോ സമയം എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉണർന്നപ്പോൾ എന്റെ ശരീരത്തിൽ നല്ല സുഖം. ഞാൻ തനിയെ എഴുന്നേറ്റിരുന്നു. ഞാൻ തനിയെ എന്റെ കാല് എടുത്ത് തട്ടിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. ഞാൻ തനിയെ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. വളരെ പതുക്കെ നടന്ന്, 1 മാസമായി കിടക്കിലാണ്, ലിക്വിഡ് മാത്രം കഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ പതുക്കെ വാഷ്റൂമിലേക്ക് പോയി. മടങ്ങി വരുന്ന സമയത്ത് ഞാൻ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് കഥയിൽ കയറി പിടിച്ചു. എന്റെ സഹോദരി ഉണർന്ന് കട്ടിൽ എന്നെ നോക്കിയപ്പോ എന്നെ കാണുന്നില്ല. ഒരു എന്റെ പേരെടുത്ത് വിളിച്ചു. എന്റെ പേര് എബ്രഹാം ജേക്കബ് എന്നാണെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന ബേബി എന്നാണ്. ബേബി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എന്റെ സഹോദരി വന്ന് എന്നെ പിടിച്ച് കട്ടിലെ കൊണ്ട് ഇരുത്തി. കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ പറയാൻ റെഡിയായപ്പോ അവര് പറഞ്ഞത്, ഈ രാത്രി കിടന്ന് നിലവിളിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ്. ഏകദേശം 2.25 മണിക്കൂറോളം നിലവിളിച്ചെന്നാണ് തോന്നുന്നത്. സ്തോത്രം. എനിവേ, അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഔട്ട്റീച്ചിന് വരികയാണ്. സ്തോത്രം. അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് അവരുടെ കൂടെ പോയി. പാലൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ വെച്ച് എന്റെ കർത്താവ് എന്നെ സമ്മതിച്ചു, ആ സ്ഥലത്ത് കടന്നു പോകാൻ തൊക്കെ എവിടെയായി പാസ്റ്റോടും പാസ്റ്റർ ജോണി അബ്രഹാമിനോടും സഭയുടെ പ്രിയജനത്തോടും കൂടെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ തളച്ചുകൊണ്ട് അവരെന്നെ ഒരു ഈ ആൽത്തറയിൽ ഇരുത്തിയിട്ട് അവർ സുവിശേഷ പ്രതിയിൽ വിതരണം ചെയ്ത് മടങ്ങി വന്ന് എന്നെയും കൂട്ടി വീട്ടിൽ വന്നു. അപ്പൊ അന്ന് ശനിയാഴ്ച ഡോക്ടർ എൻ.ജെ. പട്ടേലും സർല നായരും വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന ദിവസമാണ്, ചികിത്സയ്ക്ക് വരുന്ന ദിവസമാണ്. അവര് വന്നപ്പോൾ വീടൊക്കെ അടച്ചിട്ടേക്കും. അവർ വിചാരിച്ചു മിക്കവാറും ആ മനുഷ്യൻ മരിച്ചു പോയി കാണും, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ആർക്കും. സ്തോത്രം. കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഔട്ട്റീച്ചിനായിട്ട് പോയിരുന്നു. 60 കിലോമീറ്റർ ദൂരമുള്ളത് ചർച്ചിൽ വിശ്വാസികളുമായി. അപ്പോഴങ്ങനെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഫ്രഷ് ആയിട്ട് പെന്തക്കോസ്തിലെ ആരാധനയ്ക്ക് ഞാൻ പോകുന്നതൊക്കെ റെഡിയായി. സ്തോത്രം. പോയതിനു ശേഷം ഞായറാഴ്ച ആരാധനയ്ക്ക് തിങ്കളാഴ്ച രാവിലെ ഫ്രഷ് ആയിട്ട്, അപ്പൊ ഷേവൊക്കെ വളർന്നിരുന്നു, അതൊക്കെ ഷേവൊക്കെ മാറ്റി ക്ലിയർ ആക്കി. സ്തോത്രം. ഞാൻ ഈ തിങ്കളാഴ്ച രാവിലെ ഡോക്ടർ എൻ.ജെ. പട്ടേലിന്റെ ചേംബറിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ വിടിയായി. ഞാൻ അദ്ദേഹത്തിന് തോളത്ത് കൈവച്ചിട്ട് സ്തോത്രം പറഞ്ഞു. ആ തടി സ്റ്റൂളിൽ ഇരുന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ എന്നെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ തന്ന മെഡിസിൻ എന്നെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ, നിങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത മെഡിസിൻ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ സൗഖ്യമായിരുന്നെങ്കിൽ ഞാൻ പഴയ ലോകത്തിലേക്ക് മടങ്ങി പോകുമായിരുന്നു. പക്ഷേ നിങ്ങളെ തടഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്റെ കർത്താവ് കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിച്ചു, എന്നെ സൗഖ്യമാക്കി. എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയപ്പോൾ എന്റെ ശരീരം മാത്രമല്ല, എന്റെ ആത്മാവിനെ സൗഖ്യീകരിക്കുവാൻ ഇടയായി തീർന്നു എന്ന് ആദ്യം തന്നെ ഡോക്ടറോട്, എന്നെ ചികിത്സിച്ച ഡോക്ടറോട് സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയതിനായി ഞാൻ പറയട്ടെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ എത്ര കഠിനമായ ശോധനയിൽ കൂടെ നാം കടന്നു പോകുന്നെങ്കിലും ദൈവജനത്തിന്റെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ കണ്ണുനീര്, സഹോദരങ്ങളുടെ പ്രാർത്ഥന, ദൈവജനത്തിന്റെ പ്രാർത്ഥന, അത് നമുക്ക് വിടുതലായി വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പക്കൽ നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ തടയുവാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അതിന് ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് സൗഖ്യമായി. സ്തോത്രം. അതിനുശേഷം പിന്നാണ് നിരന്തരമായി നന്നായിട്ട് ജോലിക്കായിട്ട് കടന്നുപോയി. സ്തോത്രം. ഇവിടെ അന്ന് അംബാജിൽ ഉണ്ടായിരുന്ന അവിടുത്തെ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ, ആ തിയേറ്ററൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ് ഞാൻ. അതുകൊണ്ട് ആ തിയേറ്ററിന്റെ ഉടമസ്ഥന്റെ ഒരു മാർബിൾ ഫാക്ടറിയിൽ ഞാൻ കോൺട്രാക്ടറായിട്ട് പണിയെടുത്ത് ആൾക്കാരെ വെച്ച് ചെയ്യിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ എന്റെ ജീവിതത്തിലെ ചിന്ത, ഇനി നന്നായി ജീവിക്കണം, മാതാപിതാക്കൾക്ക് ഒരു ആശ്രയമായി തീരണം, സഹോദരങ്ങൾക്ക് ഒരു ആശ്രയമായി തീരണം, സ്തോത്രം, നന്നായി ജീവിച്ച് കുടുംബത്തെ പുലർത്തണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായി. ഈ സമയത്ത് അങ്ങനെ പെന്തക്കോസ്തൽ ആരാധനയായി.
സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം, ടെറസിന്റെ മേലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അന്ന് ജോണി പേബ്രഹാം പാസ്റ്റർ ഭാര്യ അമ്മാമ എപ്പോഴും പറയും, ബേബിക്കുട്ടി ഇനി പാസ്റ്റർ തന്നെ ബേബിക്കുട്ടി എന്ന് വിളിക്കുന്നത്, ബേബിക്കുട്ടി ഇനിയിപ്പം അഭിഷേകം പ്രാപിക്കണം. അവരാണ് ഓരോ ദിവസവും വാക്കുകൾ വചനങ്ങൾ പറഞ്ഞ് എന്നെ ബലപ്പെടുത്തിയത്. അന്നു മുതല് പാസ്റ്റർ ജോണി പേബ്രഹാം എല്ലാ ഞായറാഴ്ചയിലും ഒരു 5 മിനിറ്റ് ഒരു പ്രബോധനം പറയണമെന്ന് നിർബന്ധിച്ചെന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ദൈവാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് ഒരു കാഴ്ചപ്പാട് കൂടി ചെയ്തതായിരിക്കാം. എനിവേ, സ്തോത്രം. ഈ സാഹചര്യത്തിന്റെ സഹോദരിമാർ നന്നായി പ്രവചിക്കുന്നവരാണ്. ഇന്നും എന്റെ ഇളയ സഹോദരി നാട്ടിൽ പലയിടങ്ങളിലും ശുശ്രൂഷ കടന്നു പോകുന്നത്. ഇവരെല്ലാം ഇവിടെ വിട്ടുപോയി. സഹോദരങ്ങളെല്ലാം ഇപ്പൊ നാട്ടിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുടുംബമായിട്ട് ഉള്ളത്. സ്തോത്രം. അങ്ങനെ അവരൊക്കെ പ്രവചിച്ച് ആലോചന അറിയിക്കും, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. അപ്പൊ ഞാനൊന്നും വിട്ടതില്ല. അവരൊക്കെ പ്രവചനാത്മാവിലും അല്ലാതെ ഒക്കെ എന്നെ നിർബന്ധിക്കുമായിരുന്നു. അതൊക്കെ പാസ്റ്റർ ജോണി പേബ്രഹാം പറയുമായിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. അതിനൊക്കെയുള്ള ലക്ഷ്യത്തിലാണ് എല്ലാ ദിവസവും പ്രബോധനമൊക്കെ നൽകിക്കൊണ്ടിരുന്നത്, പറയിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഒരു ദൈവദാസൻ കേരളത്തിൽ നിന്ന് കടന്നു വന്നത്. പ്രവാചനായിരുന്നു. എന്റെ മൂത്ത സഹോദര ഭവനത്തിൽ വൈകിട്ടത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ കൂട്ടായ്മയിലെ സ്തോത്രം ഈ ദൈവദാസനെ എഴുന്നേൽക്കുന്ന തിരുവചനം ഘോഷിക്കുന്ന സമയത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരുടെയിൽ ഒരു സഹോദരനോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനനുസരിക്കാതെ ആയിരിക്കുന്ന ദൈവമായതിനോട് യൗവനക്കാരനോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി കേട്ടുകൊള്ളുക. സ്തോത്രം. നീ മര്യാദയ്ക്ക് കർത്താവിന്റെ ആ വാക്കിനനുസരിച്ച് ഇറങ്ങി തിരിച്ചില്ല എങ്കിൽ നിന്റെ കയ്യോ കാലോ ഒടിച്ചിട്ടാണെങ്കിലും ഞാൻ എന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നമുക്കറിയാം, ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമായി നമുക്കത് മനസ്സിലാകും. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ അർദ്ധരാത്രിയിലുള്ള ടെറസിന്റെ മുകളിലുള്ള പ്രാർത്ഥന നിരമായിട്ടുണ്ടായിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയിരുന്ന ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഭയമായി പോയി. കർത്താവിന്റെ കയ്യും കാലും ഒന്നും ഒടിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിലുള്ള ചിന്ത, ഈ പ്രവചനാത്മാവിൽ ദൈവാത്മാവിനോട് സംസാരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ വിശ്വാസികളെ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന അവരുടെ ശമ്പളം കൊണ്ട് ഞാൻ ജീവിക്കണം. അപ്പൊ അവർക്ക് ശമ്പളം കിട്ടുന്ന ദിവസം കാത്തിരിക്കണം. അതുകൊണ്ട് വേണം ഒരു പാസ്റ്റർ ജീവിതം നടത്താൻ. സ്തോത്രം. അതായിരുന്നു എന്റെ മനസ്സ്. അതുകൊണ്ട് ആരെയും ആശ്രയിക്കേണ്ട, ഞാൻ തന്നെ ജോലി ചെയ്ത് ജീവിക്കും എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സുണ്ടായത്. അന്ന് രാത്രിയിലെ ഈ ദൈവവചനം കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ലഭിക്കുന്ന നന്മയുടെ പൂർണ്ണ ദശാംശം കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സ്തോത്രം, സഭയിലെ പ്രബോധനം നടത്തുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്, പാട്ടുപാത്രം എല്ലാം ഉണ്ട്. സ്തോത്രം. ദൈവത്തെ പറഞ്ഞ കർത്താവ്, എനിക്ക് ലഭിക്കുന്ന നന്മയുടെ 20% ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് നൽകാം. പക്ഷെ കർത്താവ് എന്നെ ജോലി വിട്ടിറങ്ങാൻ ഇടയാകരുത്. പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ആ രംഗങ്ങളിൽ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഭയം തോന്നിക്കുക. സ്തോത്രം. വീണ്ടും സമാധാനം ഞാൻ പറഞ്ഞു, കർത്താവ് 30%. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് വിവരക്കേട് കൊണ്ട് പറയുന്നതായിരിക്കും. ഒടുവിലെ ദൈവത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ലഭിക്കുന്ന നന്മയുടെ 50% കർത്താവിന് 50% കർത്താവിന്റെ നാമത്തിനോട് നൽകുകയും, സ്തോത്രം, സമയം ലഭിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷയ്ക്ക് പോവുകയും ചെയ്യാം എന്ന് എന്റെ കൈയും കാലിലും ഒടിക്കലെന്നൊക്കെയാണ് ആ ചെറുപ്പക്കാരനിൽ അറിയില്ല. അതുകൊണ്ട് പറഞ്ഞായിരിക്കണം. ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലെ പറഞ്ഞ ആ നിമിഷം ദൈവശബ്ദം എന്റെ കാതിൽ മുഴങ്ങിയത് ഇപ്രകാരമാണ്: എനിക്ക് നിന്റെ പണമല്ല, നിന്നെയാണ് ആവശ്യം. നിന്നെ പോലെ തകർന്നു കിടന്ന അനേക യൗവനക്കാർ രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്നെ ഉപയോഗമുണ്ട്. അന്ന് രാത്രി ഞാൻ എന്റെ ജീവിതം സറണ്ടർ ചെയ്തു. ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. സ്തോത്രം. ഉദയപൂരിലെ ഡോക്ടർ തോമസ് മാത്യൂസിന്റെ ബൈബിൾ കോളേജിലെ ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ കടന്നു പോകുവാൻ ദൈവാത്മ ഇടയാക്കി. ആദ്യം 2 വർഷം ഹിന്ദി മീഡിയത്തിൽ പഠിച്ചു. 95 ഞാൻ വിവാഹിതനായി. എന്റെ ഭാര്യയെ കുറിച്ച് കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. യാക്കോബ കുടുംബത്തിൽ നിന്നും ഏകയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് വീട്ടിൽ നിന്നും അവളെ പുറത്താക്കുന്നതൊക്കെ വിടിയായിരുന്നു. വിവാഹമുള്ള കാര്യമാണ്. സ്തോത്രം. അവരുടെ കുടുംബത്തില് ബിഷപ്പുണ്ട്, മറ്റേ ആൾക്കാരൊക്കെ ഉണ്ട്, ചർച്ചുകാർ മുമ്പിൽ നമുക്ക് നാണക്കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം വീട്ടിൽ നിന്നും പുറത്താക്കി. ഉത്തര കേരളത്തിലുള്ള ഏതോ ഒരു അനാഥാലയത്തിൽ ഈ എന്താ പറയുക സഹോദരിമാര് ദവകളും മറ്റുമൊക്കെ വന്ന് വസിക്കുന്ന ഒരു അനാഥാലയത്തിൽ അവള് കടന്നുപോയി. അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നു. അവരോട് ചേർന്ന് സ്തോത്രം സുവിശേഷ പത്രത്തിലായിരുന്നു. അനന്തരം മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ബൈബിൾ വചനം അഭ്യസിച്ചു. ഈ സമയത്താണ് ഞാൻ ഉദയപുര പഠിത്തം കഴിഞ്ഞ് കേരളത്തിലേക്ക് ചെല്ലുക. അന്ന് കാർത്തികപ്പള്ളിൽ ഉണ്ടായിരുന്ന CY തങ്കപ്പൻ പാസ്റ്റർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ ആലപ്പുഴ സെക്ഷനിലെ പ്രസ്ബീറ്റർ ആയിരുന്നു. സ്തോത്രം. ആ പാസ്റ്ററുടെ സഭയിലാണ് ഞങ്ങൾ കടന്നുപോയത്, കാർത്തികപ്പള്ളിയിലെ. സ്തോത്രം. അവിടെ കടന്നുപോയി.
ആ പാസ്റ്ററോട് വിവാഹത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ കാര്യം ഡോക്ടർ തോമസ് മാത്യൂസ് പാസ്റ്റർ പറഞ്ഞു വിട്ടത് വിവാഹം കഴിച്ചിട്ട് വേണം വന്ന് കർത്താവിനെ വേല ചെയ്യാനുള്ളത്. കർത്താവ് അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഈ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുന്നമേ തന്നെ കർത്താവിന്റെ വാക്കിന് കീഴ്പ്പെട്ട ആ ദിവസങ്ങളിൽ തന്നെ ഉദയപുരി ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുന്നമേ തന്നെ ഹിമ്മത്ത് നഗർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കർത്താവിന്റെ വേളുബന്ധത്തിൽ കടന്നു റെഡിയായി തീർന്നു. അതിന് കാരണമായി തീർന്ന എന്റെ മൂത്ത സഹോദരിയുടെ മകൻ അന്ന് ഉദയപുരി ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് മുന്നേ ഒരു വർഷം മുമ്പേ അവൻ കടന്നു പഠിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അവന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാനും ഇവിടെ വരുവാൻ തുടങ്ങി. ഇവിടുന്ന് ബൈബിൾ കോളേജിൽ കടന്നുപോയി വീക്കെൻഡിൽ വെള്ളിയാഴ്ച അവിടുന്ന് ഇവിടെ വരും, ഇവിടെ വർക്ക് ചെയ്യും, ഞായറാഴ്ച രാത്രി വീണ്ടും തിരിച്ച് ബൈബിൾ കോളേജിൽ പോകും. അങ്ങനെ വന്ന് പോയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 95 വിവാഹത്തിലുള്ള ബന്ധത്തിലായിരുന്നു. സ്തോത്രം. ശിവ തങ്കച്ചൻ പാസ്റ്ററുടെ സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ ശിവ തങ്കച്ചൻ പാസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞു. ആ സഹോദരി ആണ് ഇന്ന് എന്റെ കൂടെ ആയിരിക്കുന്ന എന്റെ ഭാര്യയുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ച് നിൽക്കുന്നു, പല വിവാഹങ്ങളും വന്നിട്ട് സുവിശേഷയ്ക്ക് വേണ്ടി തന്നെ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ അവളുടെ പിതാവിന്റെ വീട്ടിൽ വരികയും വിവാഹം നടക്കുന്നതൊക്കെ ഇടയായി തീർന്നു. പുള്ളിക്കാരത്തെ അങ്ങോട്ട് ഞാൻ ഗുജറാത്തിൽ കടന്നു 95 സ്തോത്രം. ഞാൻ അതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വന്ന് ഞങ്ങള് റൂമിനകത്ത് ഒറ്റ സിംഗിൾ റൂമിനകത്ത് സിമെന്റ് തറയിലാണ്. ഞാൻ പറഞ്ഞിട്ട് 95 തണുപ്പ്, ശക്തമായ തണുപ്പത്ത് സ്തോത്രം കയ്യിലുമുണ്ട് താഴെ വിരിച്ച് സാരി പുതച്ചാണ് കിടന്നിരുന്നത്. അതുവരെ ഞാൻ കിടന്നത് കയ്യിലുമുണ്ട് വിരിച്ച് കയ്യിൽ പുതച്ചാണ് കിടന്നിരുന്നത്. അതിനുശേഷം സാരിയൊക്കെ പുതച്ച് കിടക്കുന്നത്. ഇതാണ് വ്യത്യാസം ഉണ്ടായത്. തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടിയ തണുപ്പ്. സ്തോത്രം. എനിക്ക് പ്രശ്നമില്ല, കർത്താവിന്റെ കൃപയാലെ 8 വർഷത്തെ അനുഭവം ഉള്ളത് നോർത്ത് ഇന്ത്യയിൽ. പക്ഷെ പുള്ളിക്കാർത്തിയെ സത്യമായ പലവിധമായ വിഷയത്തിൽ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇല്ലായ്മയുടെ കാലങ്ങൾ, കഷ്ടപ്പാടുകള്, പട്ടിണികള്, പ്രശ്നങ്ങൾ കൂടെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്കിൽ പറയട്ടെ ഇതിനിടയിൽ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ഭക്ഷണമില്ലാതെ നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്തോത്രം, ദൈവം നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ഇനി നമ്മൾ നീതിമാന്മാരല്ലാത്തതുകൊണ്ടായിരിക്കും എന്തോ 4 ദിവസമൊക്കെ ഞങ്ങൾ ഭക്ഷണമില്ലായിരുന്നു. ഉപവാസം സ്തോത്രം ഒരുപാട് എടുത്തിട്ടുണ്ട്. 40 പല പ്രാവശ്യം, 10ഓ 18ഓ പ്രാവശ്യം 40 എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഒരു നേരം പോലും കഴിക്കാതെ. 21 ഒരുപാട് സമയം കാരണമില്ല. 21 അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഉപവാസം, അത് വേറെ ഇല്ല. പക്ഷെ ഈ ഭക്ഷണമില്ലാതെ ഒരു 4 ദിവസം ഞങ്ങൾക്ക് കിടക്കേണ്ടതായിട്ട് വന്നു. ഒടുവില് കുറച്ച് കടല ഉണ്ടായിരുന്നത് കുറേശ്ശെയായിട്ട് പുഴുങ്ങി തിന്നു. സമയത്ത് ഒടുവിലെ പുള്ളിക്കാർത്തിക്ക് അസുഖമായി തീർന്നു. വയറിളക്കം റൂമിന്റെ അകത്ത് തന്നെ. വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഛർദില്, അത് വൃത്തിയാക്കുമ്പോൾ അങ്ങനെ കുറെ അനുഭവിച്ചു. ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല. സ്തോത്രം. സഹായത്തിന് ആരുമില്ല, ആരെയും വിളിച്ചു വരുത്താനില്ല. ഒറ്റപ്പെട്ട അനുഭവത്തിൽ റൂമിന്റെ അകത്തളത്തിൽ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചു. നാൾ കഴിച്ചുകൂട്ടിയ സമയമുണ്ട്. കർത്താവ് ഞങ്ങൾ കൈവിട്ടില്ല. അതൊക്കെ ശത്രുവായവൻ ഞങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കിക്കാൻ ശ്രമിച്ച പദ്ധതികളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ അന്ന് ഇതൊക്കെ അനുഭവിക്കുവാൻ കർത്താവ് കൃപ നൽകി. നമുക്ക് സഹിക്കാൻ കഴിയത്തിന് അപ്പുറം പരീക്ഷ വരത്തില്ലെന്നല്ലേ തിരുവചനം. ഇതൊക്കെ അനുഭവിക്കാൻ അന്ന് കർത്താവ് ഭാഗ്യം നൽകി. ഒരിക്കൽ രോഗിയായിട്ട് പുള്ളിക്കാരത്തിന്റെ ഹോസ്പിറ്റലിൽ ചെന്ന് ആരുമില്ല, ഞാൻ മാത്രം അടുത്ത്, ഞരമ്പ് കിട്ടാതെ ഡോക്ടർമാരൊക്കെ ഭാരപ്പെട്ടോടിയ സാഹചര്യമുണ്ട്. പക്ഷെ അന്നും കർത്താവ് ഞങ്ങളെ വിടിവിച്ചു, അത്ഭുതകരമായി നടത്തി. ഒടുവില് പ്രഗ്നന്റ് ആയി. മോൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് തറയിലാണ് കിടക്കുന്ന, എഴുന്നേക്കാൻ കഴിയാത്തൊരു സാഹചര്യം. സ്തോത്രം. ഒരു ദിവസം രാവിലെ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, താഴെ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല, തറയിൽ സിമെന്റ് തറയിൽ കിടന്നതിന്റെ അനുഭവം. സ്തോത്രം. അന്ന് ഇവിടെ ഒരു അംബുജ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പത്തനാപുരത്തുള്ള ഒരു ജോസ് എന്ന് പറയുന്ന സഹോദരൻ, ലോകത്ത് എവിടെയെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അദ്ദേഹം ദൈവത്തെ മുഹത്വപ്പെടുത്താൻ ഇടയായി തീരും. സ്തോത്രം. ആ ജോസ് വന്ന കഥകിൽ മുട്ടുപിടിച്ചു. പാസ്റ്റർ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് ആ സൊസൈറ്റി താമസിക്കുന്ന ഒരു ആളുണ്ട്, അവിടെ അംബുജ കമ്പനിയിലെ മാനേജറാണ് അദ്ദേഹം. സ്തോത്രം. ഇവിടുന്ന് സ്ഥലം മാറി ബോംബെക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് സാധനമെല്ലാം കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഒരു പൈപ്പ് കട്ടിലുണ്ട്. ആ പൈപ്പ് കട്ടിൽ പറഞ്ഞു വെച്ചുകൊണ്ട് പാസ്റ്റർ വാങ്ങിച്ചോണം, പാസ്റ്റർ എടുത്തോണം, പാസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നു. അന്ന് ആ തകർന്ന ഹൃദയത്തിന്റെ കണ്ണുനീര് കണ്ട കർത്താവ് ഒരു കട്ടിൽ തന്ന് നിങ്ങൾക്ക് തന്നു. ആ കട്ടിൽ ഇന്നും ഞങ്ങൾ പക്കലുണ്ട്, കളഞ്ഞിട്ടില്ല. അത് നന്നായിട്ട് സൂക്ഷിച്ച് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഒരു കട്ടിൽ ഞങ്ങൾക്ക് കിടക്ക ലഭിക്കുന്നതൊക്കെ വെടിയായി തീർന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ ആരംഭ കാലങ്ങളിൽ കർത്താവ് ഞങ്ങളെ നടത്തി. അത്ഭുതകരമായി ദൈവം ഞങ്ങളെ നടത്തി. വിടുതലിന്റെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. അതിനുശേഷം ഞങ്ങൾക്ക് മോളുടെ സ്തോത്രം എന്താ പറയുന്നത്, ജനനത്തിലുള്ള ബന്ധത്തിൽ ഞങ്ങൾ കേരളത്തിലെ എന്താ പറയാ ഭരണിക്കാവിനടുത്തുള്ള, ചക്കുളിക്കടുത്ത് ഭരണിക്കാവ്, ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള ഭരണിക്കാവിന്റെ ക്യാമ്പസുള്ള സ്തോത്രം ഊക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓർത്തഡോക്സ് യാക്കോബക്കാരൻ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലാണ്
സ്തോത്രം എന്റെ വൈഫിനെ കാണിക്കുമെന്നൊക്കെ റെഡിയായി തീർന്നത്. അന്ന് കായംകുളത്തിന് തെക്കേ വശമുള്ള അങ്ങനെ സ്ഥലത്തുള്ള കൃഷ്ണപുരത്തിൽ അവിടുത്തെ ഹോസ്പിറ്റലാണ് എന്താ പറയുക സ്കാൻ ചെയ്ത്. അപ്പൊ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും നോർമൽ ഡെലിവറി നടക്കത്തില്ല, സിസേറിയൻ അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞു. റിപ്പോർട്ട് അങ്ങനെ വന്ന് പൂക്കമുക്ക് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ സ്തോത്രം എന്റെ മാതാപിതാക്കളുണ്ട്, പുള്ളിക്കാരത്തിന്റെ മാതാപിതാക്കൾ ഇവരൊക്കെ ഉണ്ട്. ഡോക്ടർമാര് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അടുത്ത മുറിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോയി. പാർട്ടീഷൻ ചെയ്തേക്കുന്ന പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്ന സാഹചര്യത്തിൽ സ്തോത്രം ഡോക്ടർ എനിക്ക് കേൾക്കാം പുറത്ത് നടക്കുന്ന സംഭവം എന്തൊക്കെ പറയുന്നത്. ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ അവസാന നിമിഷം പറഞ്ഞത് ഇനിയിപ്പം രക്ഷയില്ല, നമുക്ക് സിസേറിയൻ ചെയ്യാം, കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ തിരിയുന്നു. ഈ സമയത്ത് എനിക്ക് മയക്കം പോലെ ഉണ്ടാകുന്ന ഞാൻ പെട്ടെന്ന് ദൈവശബ്ദം കേട്ടുന്ന ഇപ്പോഴാണോ ഉറങ്ങുന്നത് ശബ്ദം കേട്ട് ഉണർന്ന് ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തി ശാസിപ്പാൻ പറ്റുന്ന യേശുവിന്റെ നാമത്തിൽ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് ഒരു നോർമൽ ഡെലിവറി ഭാര്യയ്ക്ക് നൽകി നല്ലൊരു മോളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. അതോർത്ത ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. കാര്യം പുള്ളിക്കാരത്തിയുടെ ഭവനത്തിൽ മൂത്ത രണ്ട് സഹോദരിമാരുണ്ട്, അവർക്ക് ആർക്കും സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ ബന്ധുക്കോസ് കടന്നു പോയതുകൊണ്ട് ഇളയ സഹോദരി പിടിച്ച് വിവാഹം കഴിച്ച് അയച്ചു. അവർക്കും ഒരു കുട്ടിയുണ്ട്, അതിനും നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് നീ ബന്ധുക്കോസ് പോയതുകൊണ്ട് ദൈവശാപമാ ഇത് കിട്ടുന്ന, മറ്റാർക്കും അവളെ കുഴപ്പമുണ്ടായില്ലോ എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. സ്തോത്രം. പക്ഷെ കർത്താവ് അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ശേഷം കടന്നു വന്നു. സ്തോത്രം. മോന്റെ ഡെലിവറി മോൻ ജനിക്കുന്ന സമയത്തും സ്തോത്രം അത് ഗുജറാത്തിൽ വെച്ചാണ്. സ്തോത്രം. മോൾ ജനിച്ച് 31ാമത്തെ ദിവസം മോളെ കൊണ്ട് ഞങ്ങൾ ഗുജറാത്തിൽ വന്നു. മോൻ ജനിച്ചത് ഗുജറാത്തിൽ തന്നെയാണ്. പക്ഷെ മോൻ ജനിക്കുമ്പോൾ ഞാൻ അടുത്തില്ല. സ്തോത്രം. എന്റെ ജ്യേഷ്ഠന്റെ വൈഫ് അവളോട് ലേബർ റൂമിലുണ്ട്. മോൻ ജനിക്കുന്നത് മരിച്ച കുഞ്ഞായിട്ടാണ്. സ്തോത്രം. മരിച്ച കുഞ്ഞായിട്ടാണെന്ന് ഡോക്ടർ പ്രകാശ് അന്നുണ്ട്. ഡോക്ടർ പ്രകാശ് ആണ് ഇവിടെയുള്ള അദ്ദേഹം കുഞ്ഞു മരിച്ചു. അവർക്ക് കാലിലൊക്കെ തൂക്കി പിടിച്ചിട്ട് അടിക്കുവാനും പിച്ചുവാനും തുടങ്ങി. പക്ഷേ കുഞ്ഞിന് ശബ്ദം ഉണ്ടായില്ല. ഒടുവില് അവർ ആ റൂമിന്റെ അകത്ത് തന്നെ അവർക്ക് മന്ദിരമുണ്ട്, അമ്പലമുണ്ട്, അവിടേക്ക് പോയി ക്ഷമ ചോദിക്കുന്നത് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി നിമിഷം എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ചോദിച്ചു എന്ത് പറ്റിയെന്ന് എന്റെ ഭാര്യ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് മുഖം പൊത്തി. എന്റെ ഭാര്യ പറഞ്ഞു കർത്താവ് തന്നതാണെങ്കിൽ അതിനൊരു ദോഷവും വരുത്തുകയില്ല എന്ന് പറയുന്നവർക്ക് മടിയായിരിക്കുന്ന ആ വാക്കിന്റെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കൊണ്ട് സ്പോട്ടിൽ കുഞ്ഞ് കരഞ്ഞു. ഇന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായി ദൈവം നടത്തുന്നു. പിന്നീട് ഞാൻ കുഞ്ഞുങ്ങൾ വളർന്നപ്പം മകനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം, എന്താ പറയുന്നത്, ഈ സ്കെൽറ്റൺ ആണ്, ഭയങ്കര സ്കെൽറ്റ്, വ്യക്തികളൊക്കെ ഇങ്ങനെ പുറത്ത് കാണും. സ്തോത്രം. ഞാൻ അടുത്ത് ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി PK പട്ടേൽ പൂജ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചു. അവർ സ്കാനൊക്കെ ചെയ്തെല്ലാം നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരാ സ്തോത്രം, ഈ കുഞ്ഞിന് ഒരു അസുഖവും ഇല്ല, നിങ്ങൾ ഇതിനെ വല്ല ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അതാണ് ആരംഭകാലം ഓർത്ത് നോക്കണേ. എന്റെ കുഞ്ഞുങ്ങളെ വളർന്നത് പച്ചവെള്ളം കുടിച്ചിട്ടാണ്. പച്ചവെള്ളം ചൂടാക്കി കൊടുക്കുമായിരുന്നു. പച്ചവെള്ളം കുടിച്ച് വളർന്നു. കർത്താവിന്റെ കൃപയാൽ അങ്ങനെ വളർന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കർത്താവ് നടത്തുന്നു. അത്ഭുതകരമായ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ദൈവം വളർത്തി. ദൈവത്തിന് ആത്മാവ് അന്ന് സ്തോത്രം ഉദയപുര ബൈബിൾ കോളേജ് ഉണ്ടായിരുന്ന ബൈബിൾ കോളേജ് രജിസ്ട്രാർ വില്ലി അബ്രഹാം സാറ് സ്തോത്രം നവാപൂരി വെച്ചത്. നവാപൂര് ഫിലിപ്പിയുടെ വലിയൊരു കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. സ്തോത്രം. അവിടെ വെച്ചുള്ള കൺവെൻഷനിൽ വില്ലി അബ്രഹാം സാർ എൻ്റെ അടുത്ത് പറയും അബ്രഹാമേ സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം മാക്സിമം കൊടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. കർത്താവിന് കൃപയിൽ ആശ്രയിച്ച കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ മോള് MSc കഴിഞ്ഞു, BEd എടുത്ത്, മോന് MTech എടുത്ത്, മോന് ചെറിയ ജോലിയുണ്ട്, വീട്ടിൽ നിന്നുള്ള വർക്കാണ്. സ്തോത്രം. ശനിയും ഞായറും അവധിയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചിന്റെ യൂത്തിന്റെ കാര്യങ്ങളും വർഷിപ്പിന്റെ കാര്യങ്ങളും മറ്റും എല്ലാം ചർച്ചിന്റെ കാര്യങ്ങളും മോനാണ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മോളുടെ വിവാഹം നടന്നു. മോളുടെ വിവാഹം നടക്കുന്ന സമയത്ത് സ്തോത്രം കല്യാണ ആലോചനയൊക്കെ വന്നപ്പോൾ എന്റെ പക്കലുള്ളത് വെറും 180 രൂപയാണ്. സ്തോത്രം. ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. വൈഫിനോടും മോളോടും എന്റെ വൈഫിനോടും പറയാൻ നോക്കുന്നത് മോൻ അന്ന് ചണ്ഡീഗഡിലാണ്. അവനെ ഈ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയത് കൊറോണ സമയത്ത് ആയതുകൊണ്ട് ക്യാമ്പസ് സെലക്ഷൻ ഒന്നും ഇല്ലാതെ വളരെ ഭാരപ്പെട്ട് അവിടെ തന്നെ അങ്ങ് തങ്ങുന്ന ഒരു സാഹചര്യമാണ്. സ്തോത്രം. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം കടന്നു പോവുകയാണ്. സ്തോത്രം. ഈ സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ 150 രൂപ എടുത്ത് കേട്ടപ്പോൾ എന്റെ മോളുടെ പക്കലുണ്ടായിരുന്ന 600 രൂപ, അതിൽ നിന്നും 500 രൂപ എന്റെ കയ്യിൽ, അവളുടെ വിവാഹത്തിന് പിന്നെ അവൾ തന്നെ ആദ്യം 500 രൂപ എന്റെ പക്കൽ ഏൽപ്പിച്ചു. എന്റെ കയ്യിൽ 680 രൂപ. കല്യാണം വെച്ച് നടക്കട്ടെ. സ്തോത്രം. നാട്ടിൽ പറഞ്ഞു കായംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകണം, നാട്ടില് സ്തോത്രം ചെല്ലണം, നാട്ടിലെ വീടില്ല, ഇവിടെ വീടില്ല, ഭൂമിയിലെങ്ങും സ്വന്തമായിട്ട് ഒരു വീട് മണ്ണ് പോലും ഇല്ലാത്തൊരു സാഹചര്യം അന്നും ഇന്നും. അപ്പോൾ നാട്ടിൽ വെച്ച സഹോദരങ്ങളൊക്കെ വീട്ടിൽ പോയി തങ്ങിയാൽ എങ്ങനെ അതൊരു ബുദ്ധിമുട്ടായി തീരുമല്ലോ. അതുകൊണ്ട് വാടകയ്ക്ക് ഒരു വീടെടുക്കണം. സ്തോത്രം. ബസ് 2 ബുക്ക് ചെയ്തു. സ്തോത്രം. തൃശ്ശൂരിൽ കടന്നു പോകണം, കാര്യങ്ങളൊക്കെ ക്ലിയർ, എല്ലാം ഓക്കെ പറഞ്ഞിരിക്കുക.
കയ്യിലുള്ളത് 150, 500, 680 രൂപയാണ്. ഞാൻ വീട്ടിൽ ഈ കാര്യം പറഞ്ഞു, ഇത്രയും പൈസയാണ് എന്റെ പക്കൽ ഉള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് ചർച്ചിൽ, നമ്മുടെ സഭ എന്ന് പറയുന്നത് ഹിന്ദിയിലാണ് നടക്കുന്നത്. എന്താ പറയുക, മധ്യപ്രദേശുകാരും UP-ക്കാരും ഗുജറാത്തികളും നേപ്പാളികളും ഒക്കെ പല ഭാഷക്കാർ, ഹിന്ദിയിലാണ്. ഗ്രാമത്തിൽ പോകുമ്പോൾ മാത്രമാണ് ഗുജറാത്തി ഭാഷ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ സഭയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർകാരെ നിങ്ങൾക്ക് അറിയാം, എന്റെ പക്കലുള്ള സാഹചര്യമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കും. സഭയോടൊന്നും തന്ന് സഹായിക്കാൻ കഴിയത്തില്ല. സാധുക്കളായ ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ കർത്താവ് ശുശ്രൂഷിക്കാൻ അയക്കുന്നത് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ബാംഗ്ലൂര്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനാ ഹോളിന്റെ വാടകയും താമസിക്കുന്ന വീടിന്റെ വാടകയൊക്കെ കൊടുത്ത് ഈ 30-ൽ പരം വർഷങ്ങൾ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന് വലിയൊരു വിശ്വസ്തതയാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് തന്നെ ഉപജീവനം കഴിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. മോന് ജോലി ഉണ്ടെങ്കിലും അത്യാവശ്യം വലിയ ശമ്പളമൊന്നും ഇപ്പോഴായിട്ടില്ല, അതാകും, പിന്നീടാകും. ഏതായാലും കുഴപ്പമില്ല, ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ, നമ്മുടെ ഇന്ന് സ്ഥാനപ്പെട്ട് പോയ പലരും പല സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നല്ല നിലയിൽ വളരെ മാന്യമായ നിലയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവൾ ആരോടും ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങിക്കുവാൻ കർത്താവ് ഇന്നുവരെ ഇടയാക്കിയിട്ടില്ല. ആവശ്യങ്ങൾ ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തോട് പറയുന്നു, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അപ്പോ ആ സഹോദരന് അല്പം പൈസ, ഒരു 5000, എനിക്ക് തോന്നുന്നു 5000 രൂപ ഇട്ട് വന്നു. അത് ഞാൻ മോൻ അയച്ചു കൊടുത്ത് പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറഞ്ഞു. വീട് അന്വേഷിക്കാൻ പറഞ്ഞു. നാട്ടിൽ പോയി വീട് വാടകയ്ക്ക് അന്വേഷിച്ചിട്ട് എങ്ങും കിട്ടാത്തൊരു സാഹചര്യം. എല്ലായിടത്തും 50,000 രൂപ ഡിപ്പോസിറ്റ്, 20,000 രൂപ വാടക, ഒരു മാസത്തേക്കായി പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് എപ്പോഴാണ്. അപ്പം എപ്പോഴെന്നല്ല, ഈ പറഞ്ഞ വ്യാഴാഴ്ച എഴുത്തുമാറ്റം വെച്ച് വെക്കുകയാണ്. പയ്യൻ അത്രയും ജോലിയുള്ള പയ്യനാണ്, പെട്ടെന്ന് തിരികെ പോകണം. വ്യാഴാഴ്ച എഴുത്തുമാറ്റം വെച്ച് വെക്കുകയാണ്. സ്തോത്രം. തിങ്കളാഴ്ച ഞാനും ഭാര്യയും മോളുമായിട്ട് ഇവിടുന്ന് കേരളത്തിലേക്ക് യാത്രയാവുന്നു. മോൻ നാട്ടിലെത്തി വീട് അന്വേഷിക്കുന്നു, എങ്ങനെ ലഭിക്കുന്നില്ല. ഇവിടുന്ന് തിങ്കളാഴ്ച പോയാൽ ചൊവ്വാഴ്ച രാത്രി അവിടെ എത്തും. തിങ്കളാഴ്ച വെളിപ്പുള്ള വണ്ടിക്ക് പോയി അവിടെ എത്തും. സ്തോത്രം. വ്യാഴാഴ്ച എഴുത്തുമാറ്റം വെച്ച് വെക്കുന്നു. അവർ വിളിച്ച് ചോദിക്കുന്നത് എവിടെയാണ് എഴുത്തുമാറ്റത്തിന് വരേണ്ട, അഡ്രസ് കൊടുക്കില്ല. പറയാൻ പോലെ എന്ന് പറഞ്ഞാണ് യാത്ര. ട്രെയിനിന്റെ അകത്ത് ഞങ്ങൾ പോകുന്നു. എങ്ങോട്ട് പോകണം എന്നറിയാതെ ട്രെയിനിന്റെ അകത്ത് ഇരിക്കുകയാണ്. സ്തോത്രം. ചൊവ്വാഴ്ച വൈകിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കായംകുളത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ എന്റെ മകൻ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങിച്ച് സ്തോത്രം പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങുന്നു. പറഞ്ഞു, പപ്പ നമുക്കൊരു വീട് ശരിയായി. മാവേലിക്കര, സ്തോത്രം, അല്പം വടക്കോട്ട് മാറിയിട്ട് എന്താ പറയുന്ന പ്രായിക്കര പാലത്തിന്റെ പടിഞ്ഞാറ് വശം ജോയിച്ചാന്റെ ഒരു വീട്. നാളുകളായി അടഞ്ഞു കിടന്ന ഒരു വീടാണ്. ആ വീട് എന്നെ എടുക്കാനായിട്ട്, ഞങ്ങളെ എടുക്കാണ്ട് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് മോൻ വിളിച്ച് ചോദിച്ചതാണ്. നേരത്തെ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. കാര്യം അവിടെ ഈ വ്യാഴാഴ്ച ബംഗാളുകാരോട് വന്ന് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി, ഗേറ്റിങ്ങിൽ ഒരു മരമുണ്ട്, അതൊക്കെ വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടേക്കുക. അതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് മോൻ ആ കാര്യം വിളിച്ച് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചാൽ എന്നൊക്കെ ഇപ്പോഴും ഉണ്ട്, അടൂരിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം ചെയ്യും, കുറച്ച് ഒരു മാസത്തേക്കല്ലേ, ഏതായാലും ഞാൻ ബംഗാളികളെ ബുധനാഴ്ച തന്നെ വിളിച്ചു വരുത്തിയിട്ട്, ചൊവ്വാഴ്ചയാണ് സംഭവിക്കുന്നത്, ബുധനാഴ്ച നാളെ തന്നെ വിളിച്ചു വരുത്തി അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഒക്കോട് പറ, കുഴപ്പമില്ല, വീട് തരാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ പോയിട്ട് ജോയിച്ചാനോട് നന്ദി അറിയിക്കും. ജോയിച്ചാനും മകനും കൂടെ നിന്ന് സ്തോത്രം ബുധനാഴ്ച തന്നെ മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയാതെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ തൃശ്ശൂർ വിളിച്ച് പറയുന്നത്, വ്യാഴാഴ്ച ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞ് അഡ്രസ് കൊടുക്കുന്നതൊക്കെ റെഡിയായി. തൃശ്ശൂർകാർ വരുമ്പോഴത്തേക്ക് വ്യാഴാഴ്ച വരുമ്പോൾ നല്ല മണ്ഡപമൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങളുടെ കൂടെ സ്തോത്രം 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നു. ഞാൻ പറഞ്ഞ 180 രൂപയും കൊണ്ട് ഇറങ്ങി തിരിച്ചു. സ്വർഗം അത്ഭുതം ചെയ്തു. തിരികെ ഗുജറാത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എത്തുന്നത് വരെയുള്ള ആവശ്യങ്ങളെ കർത്താവ് നടത്തി. അല്പമല്ലാത്ത ബാധ്യതകൾ ഉണ്ടെങ്കിലും സ്വർഗം അത്ഭുതകരമായ കാര്യങ്ങൾ ക്രമീകരിച്ചു തന്നു. ദൈവവേദനെ നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയം തകരുമ്പോൾ, വേദനിക്കുമ്പോൾ, നാം ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, നുറുങ്ങിയ ഹൃദയത്തോടെ നാം ആയിരിക്കുമ്പോൾ, ആരും നമ്മളെ കാണുന്നില്ല എന്ന് ചിന്തിച്ചാലും കർത്താവിന്റെ കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അറിയുന്നൊരു ദൈവം നമ്മെ ഇന്നും സ്നേഹിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തു. മോന്റെ വിദ്യാഭ്യാസ ബന്ധത്തിൽ ചില ബാധ്യതകൾ, ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ ഒരു അത്ഭുതം ഞാൻ പറയട്ടെ. അതിനിടയ്ക്ക് ദൈവത്തിന് സ്തോത്രം, ഞാൻ മോനെ ബിടെക് കഴിഞ്ഞു വന്നിട്ട് ജോലിക്ക് കയറണം, വീട്ടിന്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നല്ല വിദ്യാഭ്യാസം, ഏതെങ്കിലും മാസ്റ്റർ ഡിഗ്രി വരെ പോകണം. നിർബന്ധിച്ച് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട് ഉള്ളത്. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ തരത്തില്ല. കാരണം കേരള മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ
സ്തോത്രം. യേശു തരുന്ന അല്പമല്ലാത്ത ഒരു സംഖ്യയുണ്ട്. സ്തോത്രം. അതും മാത്രമാണ് ബാങ്കിലെ ട്രാൻസാക്ഷൻ. സ്തോത്രം. അപ്പൊ അങ്ങനെ സാഹചര്യത്തില് അസിസ്റ്റന്റ് മാനേജർ ഒന്നും പറയുന്നില്ല. പിന്നെ വന്ന് പറയും, ഞാനും മോനും പല പ്രാവശ്യം പോയി. ഒടുവിലെ മോൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും നടക്കുന്നില്ല. മോൻ പറയും, നാണക്കേടാ അപ്പൊ ഇനിയിപ്പോ നമുക്ക് പോകണ്ട, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോളാം. ഞാൻ പറഞ്ഞ്, സ്തോത്രം വേണ്ട, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പോകാം എന്ന് പറഞ്ഞ് ഞാനും മോനും കൂടെ ബാങ്കിൽ ചെന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാങ്കിന്റെ മാനേജർ ഒരു സ്ത്രീയാണ്, മുടിയൊക്കെ ക്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു സഹോദരി. സ്തോത്രം. അവരവിടത്ത് അത് നിന്നുകൊണ്ടായിരുന്നു ഞങ്ങളെ മലയാളത്തിൽ ഇങ്ങനെ കയറി വരാൻ പറഞ്ഞു. മലയാളത്തിൽ വിളിച്ചു. ഞങ്ങൾ അകത്ത് ചെന്ന് പെട്ടെന്ന് അവർ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് തിരികെ പോയപ്പോൾ സ്തോത്രം, ഞാൻ അസിസ്റ്റന്റ് മാനേജർ ചോദിച്ചു അവർ ആരായി കടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊരു പാസ്റ്ററാണ്, മോന്റെ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ ചോദിച്ചു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാൻസാക്ഷൻ ഒന്നുമില്ല, ഭൂമിയില്ലെങ്കിൽ സ്വന്തമാണെന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയും, ഒന്നുമില്ല ഗ്യാരണ്ടി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ എനിക്കൊരു മടി എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ സൗകര്യം പറയുന്നത്, പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ വിളിച്ചത്. ഞാനും മലയാളിയാണ്, ജനിച്ചതും വളർന്നവരെ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എനിക്ക് മലയാളം അറിയാം. ദേവദാസനെ, പാസ്റ്റർ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമല്ലേ, അതുകൊണ്ട് ഭാരപ്പെടേണ്ട, മോന്റെ ലോൺ ഞാൻ പാസ്സാക്കി തരാം. അങ്ങനെ പറഞ്ഞ് ലോൺ പാസ്സാക്കി തന്ന് അതിന്റെ ബാധ്യത കുറച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു അത്ഭുതം ദൈവം ചെയ്തത്, ഈ സഹോദരി ബാങ്കിങ് മാനേജർ, അവർക്കൊരു അനിയത്തിയുണ്ട്, അനിയത്തി വിവാഹം കഴിക്കാൻ നിൽക്കുന്ന, വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഗിരീഷ് ഭായ്, സ്തോത്രം, അവരുടെ കുടുംബത്തിൽ ആ സഹോദരൻ മാത്രമേ ഉള്ളൂ, വേറെ സഹോദരങ്ങളൊന്നുമില്ല. ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലാത്ത സാഹചര്യമാണ്. അപ്പൊ ലോണൊക്കെ പാസ്സായ ശേഷം ഞാനും വൈഫ് അല്പം മിഠായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട്, പേട എന്ന് പറയും, പേട വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ റൂമിലേക്ക് കടന്നു ചെന്ന്, അവർ വീട്ടിൽ കടന്നു ചെന്ന് സുവിശേഷം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം കർത്താവ് ഇടയാക്കി. സ്തോത്രം. അതിനുശേഷം കർത്താവ് അത്ഭുതം ചെയ്തു. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ, ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ചെയ്യി കൊടുത്ത് അവരെ മാനിച്ചു. നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. അത്ഭുതം ചെയ്തു. അവരിന്ന് മഹാരാഷ്ട്രയിലായിരിക്കുന്നു, ട്രാൻസ്ഫറായി പോയി, മോനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ദൈവം അവരെ മാനിച്ച് അനുഗ്രഹിക്കട്ടെ. കേരളത്തിലെ ബ്രാഹ്മണ കുടുംബക്കാരാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു മോന്റെ കാര്യത്തിൽ. പിന്നീട് കർത്താവിന്റെ വേലുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ രോഗസൗഖ്യം നിരന്തരമായി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ, എന്നെ മോനും കൂടെ പോലീസുകാർ കൊണ്ടൊരു സാഹചര്യമുണ്ട്. ബന്ധത്തിലെ കാര്യം, ഞങ്ങൾ വാടകയ്ക്ക്, വീടും വാടകയ്ക്ക്, ഹോളും വാടകയ്ക്ക്. അപ്പൊ വീട്ടിൽ വെച്ചുള്ള ആരാധന, അയൽക്കാർ പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾ ഒറ്റ മുറിക്കാത്തിരുന്നുള്ള ആരാധന, വിരിക്കാത്തുള്ള കട്ടിലേക്ക് എടുത്ത് പുറത്തിട്ട് അയൽവാസികൾ പടക്കം പൊട്ടിച്ചത് കത്തിച്ചു. പ്രശ്നം, അയൽക്കാർ ഭയങ്കര പ്രശ്നമായി. ഒടുവില് ഹോൾ അന്വേഷിച്ച് നടന്ന് ഒരു ഹോള് കിട്ടി. ആ ഹോള് വാടകയ്ക്ക് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇളകി, പ്രശ്നമായി. ഒരു വീട്ടിൽ മീറ്റിംഗ് നടക്കുന്നു, ബുധനാഴ്ച ഒരു ആന്ധ്രക്കാരുടെ വീട്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ആൾക്കാരെ കിടന്ന് പ്രശ്നമുണ്ടാക്കി. ഒന്നും വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. അതിനുശേഷം അവര് വീട്ടിൽ കടന്നു വന്ന് പറഞ്ഞു, നിന്റെ ഭാര്യന്റെ കുഞ്ഞുങ്ങളെ പീസ് ആക്കി കേരളത്തിലേക്ക് പാക്ക് ചെയ്യും. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞ, സഹോദരൻ സന്തോഷമുണ്ട്, 4 പേര് ഒന്നിച്ചങ്ങ് തീർക്കുമല്ലോ, ദൈവത്തിന് ഇഷ്ടമാണ്. പിന്നെ പീസാക്കി ആണെങ്കിൽ കേരളത്തിൽ അയക്കും, അല്ലൊരു ഭയമൊന്നും അന്ന് തോന്നിയില്ല. പക്ഷെ അവര് പോലീസിൽ കേസ് കൊടുത്ത് എന്നെ മോനെയും പോലീസുകാരെ കൊണ്ടുപോയി. വെള്ളിയാഴ്ച ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കേസൊക്കെ ഫയൽ ചെയ്തു. ആൾക്കാരൊക്കെ കൂട്ടമായി നിൽപ്പുണ്ട്. നമ്മളെ അകത്താക്കണം. വെള്ളി, ശനി, ഞായർ 3 ദിവസം അവിടെ കിടക്കണം. പിന്നെ ജാമ്യം ആൾക്കാർ അറിഞ്ഞു കേട്ട് വന്നാൽ തിങ്കളാഴ്ച ജാമ്യം കിട്ടിയാലായി. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് റൂമിന്റെ വാതൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു കസേരയൊക്കെ വിട്ടു തന്നു. മേളത്തെ റൂമിലാണ്, സൈഡിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ കയറി ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിൾ എന്നെ കണ്ട ഓടി വന്നു, കൈ കാണിച്ചിട്ട് വന്ന് എടുത്ത്, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഇതാ കാര്യം. അദ്ദേഹം പോലീസുകാർ കയറി ചൂടായി പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഈ മനുഷ്യനെ വിളിക്കുന്ന ആളല്ല, ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ആള് തെറ്റുപറ്റി കൊണ്ടുവന്ന ആളല്ല, ഇവിടെ FIR ഒക്കെ തയ്യാറാണ്. പ്രശ്നമായി. പോലീസുകാരൻ ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു, ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ഇവിടെ ജയിലിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് പോലീസുകാരായിട്ട് കടന്നു വഴക്കും ബഹളമായി. അദ്ദേഹം നിർത്തുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ ബാപ്പു എന്ന് പറയുന്ന ഒരു ജാതിയെ ഭയങ്കര ക്രൂരന്മാരവര്, കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലുന്നൊരു ജാതിയാണ്. അദ്ദേഹത്തിന്റെ വാക്കിന് മാനിച്ച് പിന്നീട് പോലീസുകാരെ തന്നെ ജഡ്ജിന്റെ വീട്ടിൽ വൈകിട്ടായപ്പോഴത്തേക്ക് വീട്ടിൽ പറഞ്ഞു വിട്ട് ഞങ്ങൾക്ക് ജാമ്യം എടുത്ത് കൊണ്ടുവന്നതൊക്കെ ഉണ്ടിയായി. സന്ധ്യായപ്പോഴത്തേക്ക് വീട്ടിൽ കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നു, ഈ പോലീസുകാരായിരുന്നു പറയാം. സ്തോത്രം. ഏകദേശം ഒരു 10-18 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞു മോള് മാത്രമുള്ള സമയത്ത്, ഞങ്ങളുടെ ഗ്രാമത്തില് താമസിക്കുന്ന സമയത്ത്, അടുത്ത് വേറെ 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന റൂമിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു പോലീസുകാരന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 മക്കള്. ആ കുടുംബത്തിന് ഞങ്ങളുടെ സഹായമായി നിന്നു.
സ്തോത്രം. മാർക്കറ്റ് പോകണമെങ്കിലും വീട്ടിൽ എന്ത് കാര്യത്തിലും ഞങ്ങൾ കൂട്ടുനിന്നു. സ്തോത്രം. അവരുടെ മകന് പോലീസിൽ ജോലി ലഭിക്കും, പക്ഷെ അവൻ വിക്കനായതുകൊണ്ട് അത് കഴിയത്തില്ല. ഇവനെ ഞങ്ങളെ കൊണ്ടുപോയി ഇവിടുത്തെ സാബർ ഡയറി എന്ന് പറഞ്ഞ പാലിന്റെ ഡയറി, അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ പാക്കിങ് ജോലിക്ക് വെച്ചു. സ്തോത്രം. അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങൾ 6 മാസമാണ് വീട് മാറി താമസിച്ചത്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഏകദേശം 21ാമത്തെ വീട്ടിലാണ്. വാടകയ്ക്ക് ഇവിടെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ദൈവജനം പ്രാർത്ഥിക്കണം. അപ്പോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇനി പോന്നു, വേറെ വീട്ടിലേക്ക് മാറി വന്നു. സ്തോത്രം. കർത്താവ് എപ്പോഴോ ഈ രാജു എന്ന് പറയുന്ന സഹോദരനെ സൗഖ്യമാക്കി പോലീസിൽ കയറ്റി ഹെഡ് കോൺസ്റ്റബിൾ ആക്കി. ഈ പ്രത്യേക പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ജയിലിൽ ഇടാതെ ജാമ്യം എടുത്ത് തരുവാന്നൊക്കെ കർത്താവ് ഇടയാക്കി. ദൈവത്തിലെ കർത്താവിന്റെ നാമത്തിലുണ്ട് എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ മറന്നുപോകും, പക്ഷെ സ്വർഗം മറക്കത്തില്ല. തക്ക സമയത്ത് അതിന്റെ പ്രതിഫലം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ വിചാരിക്കും, അയ്യോ ഇത്ര നാളായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, നമ്മൾ ചെയ്തതിനെ ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങളെ വിടുവിക്കുവാൻ തക്കണം വെടിയായി തീർന്നു. സ്തോത്രം. ഒരിക്കൽ ഞങ്ങള് സ്തോത്രം സുവിശേഷ പ്രതികളുമായി രാവിലെ കടന്നു പോകും. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ കടന്നു പോകും. സ്തോത്രം. ഒന്നും പറയുന്നില്ല, പക്ഷേ ഈ ബാഗൊക്കെ ഇട്ട് തോളൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് ദിവസവും രാവിലെ. കാര്യം സുവിശേഷ പ്രതികളെ കൊടുത്ത് കിട്ടുന്നതുകൊണ്ട് വേണം കാര്യങ്ങൾ വീട്ടിലത് നടക്കാൻ. സ്തോത്രം. വൈകിട്ട് ഞങ്ങൾ രണ്ടും കടന്നു പോകും. ഒരിക്കൽ ഞങ്ങൾ രണ്ടും കൂടെ കടന്നുപോയി സന്ധ്യയായി രാത്രിയായി തിരിച്ചു വരുമ്പോൾ സ്തോത്രം ഓട്ടോറിക്ഷയ്ക്ക് വണ്ടി കുലിക്കുന്നു. പൈസ ഇല്ലാത്ത സാഹചര്യം ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്ന് സന്ധ്യയായപ്പം ഒരു വഴിയരികിൽ ഇരുന്നു. സ്തോത്രം. ഇനിയിപ്പോ എനിക്ക് നടക്കാൻ കഴിയും. സ്തോത്രം. ഭയത്തോടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ ഓടി വന്നു. ഞങ്ങളെ കണ്ടിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി നിർത്തി. നമ്മൾ വിചാരിച്ച് കർത്താവെ ഗ്രാമത്തെ വന്ന് തല്ലിക്കൊല്ലാവുന്നതാണ്. ഒടുവിൽ അദ്ദേഹം തിരിച്ചു വന്ന് കറങ്ങി വന്ന് സ്തോത്രം ഞങ്ങൾ നിർത്തിയപ്പോൾ പരിചയമുള്ള ഭരത്വായി എന്ന് പറയുന്ന സഹോദരൻ ഗുജറാത്തിയാണ്. അദ്ദേഹം എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നടക്കാൻ ഇറങ്ങിയതാണ്. വലയാളി ഇവിടെ സന്ധികരിക്കേണ്ട, നല്ല സ്ഥലമല്ല, കയറാൻ പറഞ്ഞു. തിരിച്ച് ഓട്ടോയിൽ കയറ്റി വീട്ടിൽ വന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പൈസ ഇല്ലെന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത്, വേണ്ട പൈസ ഒന്നും വേണ്ട, ഞാൻ വഴിക്ക് വെച്ച് നിങ്ങൾ കണ്ടതിലെ കയറ്റിക്കൊണ്ട് വന്ന എന്ന് പറഞ്ഞ് കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ വീട്ടിൽ കൊണ്ടെത്തിക്കുവാൻ തക്കണം ഇടയായിട്ട്. ഒരിക്കൽ വീട്ടിലെ ഭക്ഷണമൊന്നുമില്ലാതെ ഞങ്ങളെ വളരെ ഭാരപ്പെടുന്നു. എനിക്ക് പുറത്തേക്ക് പോകണം. ഞാൻ പോകുന്ന സാഹചര്യത്തില് സ്തോത്രം വീട്ടില് ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ്. ഞാൻ കടന്നുപോയി. അടുത്ത ദിവസം പോസ്റ്റ്മാൻ വീട്ടിൽ വന്നു. അന്ന് മണിയോടനകത്ത് ഒരു 1000 രൂപയുടെ പുള്ളിക്കാരൻ എന്നെ അന്വേഷിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരികെ മടങ്ങി വന്നു. പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, സ്തോത്രം, വൈഫിനോട് പറഞ്ഞു എനിക്ക് പോകാൻ തോന്നുന്നില്ല, നിങ്ങൾ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പൊ ഗ്യാരണ്ടർ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അന്നത്തെ മണിയോടെ ഫോമിന്റെ താഴെ ഒരു സ്ഥലം കൊണ്ട് എഴുതാനുള്ള, അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സ്തോത്രം ഒറീസിൽ നിന്നും ഒരു സ്ഥലത്താണ്, തിമോത്തി സംതിങ് അങ്ങൊരു പേരാണ് എന്ന് പറയാൻ തൊക്കെ ഇടയായിട്ട്. ഇന്നും അറിയത്തില്ല അത് ആരാണെന്നുള്ള കാര്യം. ഈ സാക്ഷ്യമാർ കേൾക്കുകയാണെങ്കിൽ അവര് ദൈവമാനമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം പറയാൻ തൊക്കെ വെടിയായി തീരട്ടെ. ദൈവം അങ്ങനെ ഒരു അത്ഭുതകരമായി കർത്താവ് ഞങ്ങൾ നടത്തി. ഒരിക്കൽ ഗ്രാമത്തിലേക്ക് കടന്നു പോകണം. ദിവസവും ചെയ്യുന്ന പോലെ സുവിശേഷ പ്രതികൾ സൈക്കിൾ ഉണ്ടായിരുന്നു. ഒരു സഹോദരിമാരുടെ സൈക്കിളാണ്. ഒരു ഫ്രണ്ടിലെ പൈപ്പൊക്കെ വളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ബസ് സ്റ്റാൻഡിന്റെ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ട് മറ്റേ സൈഡിലൂടെ പോയി സുവിശേഷ പ്രതികളൊക്കെ വിതരണം ചെയ്യും. കടകളൊക്കെ കയറി ഇറങ്ങി വിതരണം ചെയ്യും. ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യും. അങ്ങനെ സാധാരണ ഗ്രാമത്തിൽ പോകേണ്ടത് കൊണ്ട് ഇതെല്ലാം വിതരണം ചെയ്ത് ജീപ്പ് സ്റ്റാൻഡ് എല്ലാം ജീപ്പാണ് അന്നത്തെ കൂടുതൽ ഉള്ള സ്റ്റാൻഡിൽ കൊടുത്തിട്ട് തിരികെ വന്ന സമയത്ത് ജീപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു നിർത്തി. ജീപ്പിന്റെ കണ്ടക്ടറും ഡ്രൈവർമാരെല്ലാം കൂടെ പിടിച്ചു നിർത്തി. അന്ന് നമ്മുടെ റോമക് ലേഖനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ജീവയുടെ ദൈവത്തെ ജീവനില്ലാത്ത മൃഗങ്ങൾക്ക് തുല്യമാക്കി തീർത്തതൊക്കെ ഒരു വാക്യമുണ്ട്. ആ വാക്യപ്രകാരമുള്ള എഴുതിയിരുന്ന ട്രാക്റ്റാണ്. ഇവര് പിടിച്ചു നിർത്തി. ഭയങ്കര പ്രശ്നമായി. അവര് നമ്മൾ വിടുകയില്ലെന്നായി. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അവരെ തള്ളി പന്ത് തട്ടുന്ന പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ തട്ടിക്കളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആരും ആഞ്ഞടിച്ചതൊന്നുമില്ല. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന അവരുടെ താശ്യം പറയുന്നുണ്ട്. കർത്താവിനെ വിടുവിച്ചു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് വിടുന്ന ലക്ഷം. അങ്ങനെ ജീപ്പിന്റെ അകത്തിരുന്ന ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു പണിയായി കാണിക്കുന്നു, നിങ്ങൾ ഇത്രയും നേരം ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്തിട്ടും. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ, അദ്ദേഹത്തിനകത്ത് എന്തോ ഒരു ദൈവകൃപയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് വിടുവിപ്പാൻ ഇടയായി. ആ ജീപ്പിൽ തന്നെ ഞാൻ ഇരുന്ന് ഇവർ തിരികെ തന്ന ട്രാക്റ്റുകളുടെ സുവിശേഷ പ്രതികൾ ആ ജീപ്പിന്റെ അകത്തുള്ള ആൾക്കാർക്ക് തന്നെ കൊടുത്ത് എന്റെ സാക്ഷ്യം അവരോട് പറയുവാൻ തൊക്കെ കർത്താവ് ഇടയാക്കി. അങ്ങനെയും ദൈവം അത്ഭുതം ചെയ്തു. കർത്താവ് വേറുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടായ്മ കടന്നു വരുന്ന ഏകദേശം 90-ൽ പരം ആൾക്കാരും സ്തോത്രം രോഗസൗഖ്യവും ഭൂതശാന്തിയും പ്രാപിച്ച് വന്നവരാണ്. അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഞങ്ങൾ നടത്തുന്നു. സ്തോത്രം. ഒരു സഹോദരൻ ഒരു പ്രാവശ്യം
കൊണ്ടുവന്ന് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ അംബുജ കമ്പനിയിൽ കത്തിൽ തന്ന ഒരു സഹോദരൻ ജോസ് ഉണ്ടല്ലോ, അവരൊക്കെ ഇവിടുന്നൊക്കെ വിട്ടുപോയി. പക്ഷെ ഇന്ന് ആ കമ്പനിയിൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. അവിടുന്ന് അനേകരെ സ്ഥാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ നമുക്ക് കൂട്ടായ്മയുണ്ട്. പല അവിടുന്ന് കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്നു. അപ്പൊ അവിടുന്ന് ഒരു സഹോദരൻ വിളിച്ചു ചോദിച്ചു, കർത്താവ് ദാസന് വ്യാഴാഴ്ചയാണ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉണ്ട്. അതൊരു സഹോദരൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ അവർ വന്നില്ല. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിസിറ്റിംഗ് ആണല്ലോ, ഉപവാസമായതുകൊണ്ട് സഭയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉപാസന വിസിറ്റിംഗ് കടന്നു പോകുന്ന സമയത്ത് അവരുടെ ഫോൺ വന്നു. ഞങ്ങൾ വീണ്ടും തിരികെ ചർച്ചിലേക്ക് അവർ കൊണ്ടുവരാൻ പറഞ്ഞു. വന്നപ്പോൾ രണ്ടാമത്തെ നിലയിലാണ് ഈ സഹോദരൻ ഇഴഞ്ഞാണ് വന്നത്. പിടിച്ച് ഞങ്ങൾ കസേരയിൽ ഇരുത്തി ഞാനും വൈഫും ഞങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ അതിന്റെ അകത്തുള്ള വീട്ടാണ് വെളിപ്പെട്ട് കർത്താവ് ആ സഹോദരന് പൂർണ്ണ സൗഖ്യം നൽകി. വെള്ളിയാഴ്ച സംഭവിക്കുന്നത് അദ്ദേഹം ഇറങ്ങി നടന്നുപോയി. ഞായറാഴ്ച അടുത്ത ജംഗ്ഷൻ മോത്തിപ്പുര എന്ന് പറയുന്ന ജംഗ്ഷൻ വരെ വന്നിട്ട് അവിടുന്ന് നടന്ന സഭയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തൊക്കെ വെടിയാച്ചു. തളർന്നു പോയവനാ, ഇഴഞ്ഞ് കടന്നു വന്നവനാ. കർത്താവ് ആ പൈതലിനെ സൗഖ്യമാക്കി. വേറെ സൗകര്യം നമ്മുടെ കൂടെ സഭയിലുണ്ട്. കഴിഞ്ഞ ഒരു ഏകദേശം 7 വർഷം ഈ രണ്ടാമത്തെ നില വരെ ആ സഹോദരിയെ ഞാൻ എടുത്താണ് സഭയ്ക്കകത്ത് കൊണ്ടിരുത്തുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും. കർത്താവിന്റെ ആത്മാവ് ആ സഹോദരിൽ അല്പശക്തമായി വെളിപ്പെട്ടു. ആ സഹോദരിക്കകത്ത് അനേകം ദുഷ്ടാത്മക്കളായിരുന്നു. കർത്താവ് ആ സഹോദരിയെ സൗഖ്യമാക്കി. അത്രയും നാളുകൊണ്ട് അവരുടെ മുട്ടുകളൊന്നും അനക്കാൻ കഴിയാത്തത് കൊണ്ട് മുട്ടൊക്കെ ജാമായി പോയി. പക്ഷെ 2 മുട്ടുകൾ ഓപ്പറേഷൻ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് 2 നിലയും നടന്ന് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആ സഹോദരി ആരാധനയ്ക്ക് കടന്നു വരുന്നു. അങ്ങനെ അത്ഭുതങ്ങളിൽ കൂടെ കർത്താവ് ഈ സഭയെ ഞങ്ങളെ ഇവിടെ നടത്തുന്നു. ഹിമ്മത്തിന് കടന്നു പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം ചെറിയൊരു കൂട്ടം ഞങ്ങൾക്ക് ഉണ്ട്. സാധുക്കളായ ജനമാണ്. ആദിവാസി ഡിസ്ട്രിക്റ്റ് ആണ് ഇത്. അതിന്റെ ഹെഡ്ക്വാർട്ടറാണ്. പിന്നെ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്ന ഗ്രാമത്തിൽ ചെറിയ ചെറിയ വർക്കുകൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവം ആഗ്രഹിച്ച പോലെയോ ഒന്നും കാര്യങ്ങളൊന്നും ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കർത്താവ് നൽകിയ കൃപയ്ക്കൊത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് നടത്തുന്നു. സ്തോത്രം. ചില ബാധ്യതകൾ അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അവസാനമായിട്ടൊരു പ്രാർത്ഥന വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൂമിയിലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു, മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല. വീടുകൾ മാറി മാറി സ്തോത്രം ഞങ്ങൾ വസിക്കുകയാണ്. സ്തോത്രം ഹോളും വീടും ഒക്കെ വാടകയ്ക്ക് കഴിഞ്ഞു പോകുന്നു. പക്ഷെ എന്റെ മനസ്സിന്റെ പ്രാർത്ഥന വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്തോത്രം, കുറേയേറെ ബാധ്യതകൾ ലോകത്ത് മാറ്റപ്പെടുന്ന മുന്നമേ ഈ ബാധ്യതകളൊക്കെ തീർക്കണം. കാരണം ഒരു കുഞ്ഞുങ്ങളുടെ മേൽ, മകന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ആ ബാധ്യത ഒന്നും വന്ന് വീഴാൻ ഇടിയായിത്തീർന്ന എലീശ ശിഷ്യൻ, പ്രവാചക ശിഷ്യൻ മരിച്ചു പോയതിനും കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ കടക്കാർ വന്നതുപോലെ പൈതങ്ങളുടെ മേൽ അങ്ങൊരു ഭാരം ഉണ്ടാകാൻ ഇടയായിത്തീരുന്നത്. ദൈവജനം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഈ ദേശത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അനേകർ ആവശ്യമുണ്ട്. ഗ്രാമങ്ങളൊക്കെ പ്രവർത്തിപ്പാൻ ദൈവകൃപയുള്ള നിങ്ങൾക്ക് അറിവിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞയച്ചാൽ ഞങ്ങൾ ചേർന്ന ഗ്രാമം കഷ്ടം സഹിക്കാൻ സമർപ്പിക്കപ്പെടുന്നവർ. കർത്താവിന്റെ വചനത്തിൽ വാക്കി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ കൃപാവരങ്ങളും നമ്മൾ ചോദിച്ചു വാങ്ങിക്കും. പക്ഷെ ചോദിക്കാതെ വന്ന ഒരു കൃപാവരമാണ് കഷ്ടം സഹിക്കാനുള്ള വരം. ആ ദൈവം ഞങ്ങൾക്ക് നൽകി ഇന്നുവരെ നിർത്തിയിരിക്കുന്നു. അത്ഭുതകരമായ ദൈവം വഴി നടത്തുന്ന ആരും ലക്ഷ്യപ്പാൻ കർത്താവ് അനുവദിക്കുന്നില്ല. കർത്താവ് അത്ഭുതകരമായി വഴി നടത്തും. ഞങ്ങളുടെ കൊടുത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പറവാനുണ്ടെങ്കിലും അതൊന്നും പറയുവാനായിട്ട് ആകെ ഒരു കാര്യം ഓർക്കട്ടെ. പറയട്ടെ, ഷീല എന്ന് പറയുന്ന ഒരു സഹോദരി, സ്തോത്രം, ഈ സഹോദരിയെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു. സ്തോത്രം, അലിരാജ്പൂർ എന്ന് പറയുന്ന സ്ഥലം മധ്യപ്രദേശ്, അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. സ്തോത്രം, ഇവിടുത്തെ പ്രാർത്ഥനയെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ സഹോദരിയുടെ നാത്തിനോട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഉള്ളതാണ് അമ്പുചക്കമ്മ ജോലി ചെയ്തത്. അങ്ങനെ ഷീല എന്ന് പറയുന്ന സഹോദരി കൂട്ടിക്കൊണ്ട് വന്ന് ഈ സഹോദരി ഓട്ടോറിക്ഷയ്ക്കകത്ത് വന്നിട്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. താഴെ ഇറക്കത്തില്ല, പേടിച്ചിരിക്കുകയാണ്. ഒടുവിൽ എന്നെ വിളിച്ചു, താഴെ ഞാൻ കയറി വരാൻ പറഞ്ഞു, പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥന കൊണ്ട് ഫ്രണ്ടിൽ വന്നിട്ട് അകത്തേക്ക് കാല് വെക്കാതെ ഒരു കാലെടുത്ത് വെക്കാൻ തുടങ്ങി തിരിച്ച് പിന്നിലേക്ക് വലിച്ചു. സ്തോത്രം, ഞാൻ പറഞ്ഞതിന് പിന്നെ ചില അത്ഭുതം ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. സ്തോത്രം, തിരിച്ചു വലിച്ചു. ചോദിച്ചോ പറഞ്ഞത്, ഈ പ്രാർത്ഥന കൊണ്ടകത്തേക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല, ഇതിന്റെ അകത്ത് ഭയങ്കര തീ വ്യാപരിക്കുകയാണ്. ദൈവജനമേ, നാം ആരാധിക്കുന്ന ദേവാലയത്തിന്റെ അകത്തളത്തിലുള്ള ദൈവ സാന്നിധ്യം ഒരുപക്ഷെ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദുഷ്ടാത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്. ശാത്താൻ പറയുക, അയ്യോ തീയാണ് ഇതിനകത്ത്, കാല് വെക്കാൻ പറ്റുന്നില്ല. പിടിച്ചകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അകത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഒരു കസേര കൊണ്ടുവന്ന് അവർ ഇരുത്തി. ഞാനും ഭാര്യ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അടുത്തില്ലെങ്കിലും ഒരു കസേര കൊണ്ട് ഓട്ടം അടുത്ത് നിൽക്കുന്നില്ല. സ്തോത്രത്തെ പിടിച്ചിരുത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ആ കുട്ടിക്ക് വിടുതൽ കൊടുത്ത് സാത്താന്റെ ശക്തി നിന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് പറഞ്ഞയച്ചു. കുറെ വിശ്വാസം അങ്ങനെയാണല്ലോ, പറഞ്ഞയച്ചു. പോയ വഴിക്ക് അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വാഷ്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഈ സാവുള്ള നാത്തൂൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നല്ലൊരു ട്യൂമർ കർത്താവിന്റെ കൃപയിൽ വെളിയിൽ പോകാൻ ഒക്കെ വെടിയായി തീർന്നു. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്, അടയാളങ്ങൾ ചെയ്യുന്ന കർത്താവാണ്.
നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്നും കർത്താവ് ജീവനോട് നമ്മൾ കൂടെയുണ്ട്. ആ കർത്താവ് ആശ്രയിച്ച് അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. അങ്ങനെ തികച്ചും നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്ന ചെറുപ്പകാലം ശേഷം തകർച്ചയിലേക്ക് സാത്താൻ തട്ടിക്കൊണ്ടുപോയെങ്കിലും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും കർത്താവിന്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. ആ ബന്ധത്തിൽ നിന്നും കർത്താവ് വിമുക്തനാക്കി. സ്തോത്രം. കർത്താവിന് കൊള്ളാവുന്ന മാനമാത്രമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. 2 വർഷം ആദ്യം ഹിന്ദി മീഡിയം, പിന്നീട് വിവാഹത്തിന് ശേഷം പോയി 2 വർഷം ഇംഗ്ലീഷ് മീഡിയത്തിലും കർത്താവിന്റെ വചനം അഭ്യസിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ഇന്ന് കുടുംബാംഗങ്ങളായിരിക്കുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞു. മകൾ കുട്ടിയുണ്ട്. അവളെ BEd MSc BEd ആയതുകൊണ്ട് നാട്ടില് കുഞ്ഞുമായിട്ട് നിന്ന് പഠിക്കാൻ പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എന്റെ കൂടി ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ മലയാളം കോൺഫറൻസ് വെച്ച് വന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോ മോളിപ്പോ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. സ്തോത്രം. സ്തോത്രം. മോനുണ്ട്. മോനെ MTech കഴിഞ്ഞ് വീട്ടിലിരുന്ന് ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട്. സൈന്യ അവധി ചർച്ചയുടെ കാര്യം നിൽക്കും. മോന്റെ വിവാഹം നടക്കണം. ഞങ്ങളുടെ ബാധയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കണം. ഈ ദേശത്ത് വേല വർദ്ധിക്കണം. എല്ലാ താലൂക്കുകളിലും കർത്താവ് വേല ഉണ്ടാകണം. ഗ്രാമങ്ങളിലെ വേലകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ തന്റെ ഇഷ്ടപ്രകാരം കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ചെറുതൊക്കെ ചെയ്തെടുക്കുവാൻ ആയുസ് നൽകി തന്ന കർത്താവ്, മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ്, പ്രതികൂലങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യം കൈവിടാതെ കൂടെ ഇരുന്ന കർത്താവ്, തള്ളിക്കളയുവാൻ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിച്ചപ്പോഴൊക്കെ വിട്ടുകൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ കാണിച്ച കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിന്റെ വേല ചെയ്ത് മുന്നേറുവാൻ ലഭിച്ചിരിക്കുന്ന ആയുസ് എത്രയുണ്ടോ അത്രയും നാൾക്കാർ പ്രയോജനപ്പെടണം. പോകുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളുടെ ബാധ്യതകളൊക്കെ എല്ലാ ബാധ്യതകളും മാറ്റി അവർ സ്വതന്ത്രമാക്കണം. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ സമയം എനിക്ക് നൽകി തന്ന പ്രിയ സഹോദരി സന്ധ്യ സഹോദരി, പിന്നെ ജോസഫ് മത്തി പാസ്റ്റർ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ സ്തോത്രം. സ്തോത്രം. സൂം മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ശാന്തമായിട്ട് പറയാൻ കർത്താവ് ഇടയാക്കി. ദൈവം നടത്തട്ടെ. പിന്നെ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന എല്ലായിടങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ട് വിലക്കി വരുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തു തരുന്ന ആവശ്യങ്ങൾ നടത്തുന്നു. വീണ്ടും നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം, സ്വർഗീയ നല്ല പിതാവ്, നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഞങ്ങളാതെ മറ്റൊരിടമില്ല. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് അടിയന്റെ ജീവിതത്തിൽ രോഗസൗഖ്യം നൽകി. അടിയന്റെ ശിശുള്ള ബന്ധത്തിൽ അനേകർക്ക് രോഗസൗഖ്യം ഭൂതസാധ്യം നൽകിയ കർത്താവെ, ഇന്നും അവിടുത്തെ അത്ഭുതം നിന്നു പോയിട്ടില്ല. അങ്ങനെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളുമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ മാനിക്കണമേ. അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ ഭാവി ഓർത്ത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഓർത്ത്, അല്ലെങ്കിൽ തെറ്റിപ്പോയ തലമുറ ഓർത്തൊക്കെ ആരെങ്കിലും വേദനയോടായിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ കർത്താവ് ചെയ്യണം. രോഗത്തിന്റെ ശക്തിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ രോഗശക്തിയെ ഭത്സിച്ചകറ്റി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ തൊട്ട് കർത്താവ് വിടുവിക്കണം. ദൈവമക്കളെ, ഞങ്ങൾ ആരും രോഗത്തിന് അടിമകളായി, മരുന്നിന് അടിമകളായി ജീവിക്കാൻ കർത്താവ് അനുവദിക്കരുത്. രോഗം വരുമ്പോൾ, വേദന വരുമ്പോൾ ഒക്കെ കർത്താവ് മരുന്ന് കഴിക്കണം. എന്നാൽ മരുന്നിന് അടിമയായി തീരുവാൻ അനുവദിക്കാൻ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക വേദന അനുഭവിക്കുന്ന മേൽ യേശുവിന്റെ സമാധാനം വെളിപ്പെട്ടു ദൈവങ്ങളെ കേൾപ്പിച്ച് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുവിന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന സകല ആത്മീക അനുഗ്രഹങ്ങളാലും കൃപാവരങ്ങളാലും ദൈവം നടത്തണം. ഭൂമിയിൽ പ്രാപിക്കാവുന്ന സകല ഭൗതിക നന്മകളും നൽകണം. കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറയാതെ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കണം. ശാരീരമാക്കുന്ന സൗഖ്യം നൽകണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കി മാനിച്ച് അരികത്തോടെ വഴി നടത്തണം. കർത്താവേ, സാമ്പത്തികം നൽകണമേ. ആവശ്യങ്ങളൊക്കെ അനുഗ്രഹിച്ച് നടത്തണം. മാനുഷ്യമായിരിക്കുന്ന സമാധാനം കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്ന ലോകം തരുന്ന പോലെയല്ല, ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങൾ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവിക സമാധാനം നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ക്രിസ്തുവേശിയിലും അവരുടെ ഹൃദയങ്ങളിൽ നിന്നുകളെയും കാക്കുമാറാകണം. ഇവിടെ ഭാരപ്പെടുന്ന വിഷയം അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കൂട്ടത്തെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. അന്യഭാഷയിൽ ഇന്ന് പ്രാർത്ഥന കുഞ്ഞുങ്ങളായിരുന്നല്ലോ, പ്രാർത്ഥിക്കുക. എല്ലാ വിഷയങ്ങളും വരും. ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിച്ച പ്രാർത്ഥനകളെ സമർപ്പിക്കും. നൽകിത്ത നല്ല സാവകാശത്തിന് തോന്നൽ മാനിക്കണം. അനുഭവങ്ങളെ കൂടെ കാര്യങ്ങൾ പറയാൻ കർത്താവ് ഇടയാക്കി കുഞ്ഞുങ്ങൾക്ക് വിടുതലിനും അനുഭവത്തിനും കാരണമാണ്. കർത്താവ് നാമത്തിൽ ചെയ്യുന്ന എല്ലാം 100 മടങ്ങായി പ്രതിഫലം തക്ക സമയത്ത് നൽകി മാനിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കരങ്ങളെ കേൾപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും നൽകണം. നൽകിയ അവസരത്തിനായി സ്തോത്രം. വീണ്ടും കർത്താവ് വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കും. മഹത്മാനം എടുക്കും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവ്. ആമേൻ.